മാമ ഇന്നലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് ഉണ്ടോ? ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് പരത്തിയല്ലേ? അതെന്താ നമുക്ക് ഓസ്ട്രേലിയക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് നീ മറന്നോ? ദേ മാമ, ഞാൻ എന്താ പറയുന്നത്, മാമൻ എന്താ പറയുന്നത്? നീ ഒന്നും പറയണ്ട. നീ ആദ്യം എനിക്ക് ചായക്കും സിഗരറ്റിനുള്ള കാശ് ഒന്ന് പോമാ, എന്റെ അടുത്തൊന്നും കാശില്ല, വേണേ കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്നെയാണല്ലോ വഹിക്കുന്നത്. അമ്മാവനാന്നൊരു മര്യാദയില്ല. ലോക ബാങ്കിൽ നിന്നല്ലേ കട കൊടുക്കുന്നത്. അതിനെ കുറിച്ചൊന്നും നീ വിഷമിക്കാതെ. കൊതുകുള്ളിൽ എത്തിയാലുണ്ടല്ലോ ഇനി എല്ലാം നോക്കിക്കോ, പറക്കും. എന്തുവാടാ നോക്കി വണ്ടി ഓടിക്കൂലേ? എന്താടാ നോക്കുന്നേ? നിനക്കൊക്കെ നോക്കി വണ്ടി ഓടിച്ചൂടെ? തന്നാലുണ്ടല്ലോ അവനോ അവന്റെ വണ്ടിയും. അനിയത്തിയുടെ കല്യാണത്തിന് പണം ഉണ്ടാക്കണം. ഇവനാണോ? മാമ ഒന്ന് വേഗം വാ. മറിക്കേ മറിക്കേ. നിന്നോട് പറഞ്ഞ അവിടെ നിക്കടാ. മാമ വണ്ടി എടുത്തു ഓടാ, വേഗം പോ. അവന്റെ പുറം പോ. വിടരുത് അവനെ. എന്ത് നോക്കവൻ പോകുന്നു. വേഗം പോടാ. പാഞ്ഞു പോകുവാൻ പിടിക്കണം. എന്താ വണ്ടി പുതിയോ? എന്തിനാ ടയർ അഴിച്ചു മാറ്റാനാണോ? ഇതിനാണല്ലോടെ മോനെ വന്നത്. അതേ ഇരിക്കുന്നത്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പാതകം ചെയ്തവനെ പിടിക്കാൻ വരുന്ന പോലെയല്ലേ വന്നത്. ആളെ കണ്ടിട്ട് ഭയങ്കര സാധനം എന്താ തോന്നുന്നത്. അവന്റെ ഏരിയ, ബി കെയർഫുൾ. ഓക്കെ വരുമോനെ. 2/3/2014 പ്രിയപ്പെട്ട നേതാവ് കണ്ണൻ അവർക്ക് നമ്മുടെ പ്രിയ നേതാവിന്റെ പ്രിയപ്പെട്ട അനിയൻ കൊതുക് രാജപ്പൻ. ഇവൻ ഭയങ്കര മുതലാണല്ലോ മരുമോനെ. 2 വർഷം മുമ്പ് വെച്ച ഈ ബോർഡ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി. അതും മന്ത്രിയുടെ ഫോട്ടോ ചെറുതായി വെച്ചിട്ട് ആശംസ പറയുന്ന ഇവന്റെ ഫോട്ടോയുടെ വലിപ്പം നോക്കി. ഇവൻ ഭയങ്കര കതറുതാരിയ മര്യാദയ്ക്ക് നമുക്ക് രക്ഷപ്പെട്ടു. നിങ്ങളുടെ പ്രശ്നം എന്റെ പുറകിൽ തന്നെ വരുന്ന അടിച്ചു കേട്ടില്ല. ഒന്ന് ചോദിക്കടാ. മാമനെല്ലാം അടിച്ചത് അങ്ങോട്ട് നോക്കി. അങ്ങോട്ടുള്ളൊരു വണ്ടി നിൽക്കാൻ പാടില്ലല്ലോ. പോയേ ടയർ ഊരിലെന്നെ പണിയല്ലേ? അപ്പൊ നമ്മളോടല്ലായിരുന്നോ? എന്താ കൊതുക് എങ്ങനെ ചെയ്ത്? ഞാൻ എന്ത് ചെയ്തു? പിന്നെ അല്ലാണ്ട് കൊതുക്, നീ ആ വീട്ടിൽ കുടുക്കി വിട്ടേച്ച് കാശ് തരാന്നും പറഞ്ഞാ പോയത്. 3 ദിവസമായി നിന്നെ അന്വേഷിക്കുന്നു. നീ അവിടെ ഇവിടെ ഒളിച്ചു കളിച്ച എന്താ എന്റെ കാര്യം? അതെ, നിങ്ങൾ രണ്ടുപേരും ആരാന്ന് പോലും അറിയില്ല. ആളെക്കളിയൊക്കെ ഇവിടെ വന്നിട്ട്. എന്റെ പൊന്നു കൊതുകെ, 3 ദിവസം കൊണ്ട് നീ മുഖം മറന്നുപോയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ആലോചിച്ചു നോക്കാനോ? എടാ മോനെ, നമ്മുടെ ശ്രീദേവി ഉണ്ടല്ലോ, ഇന്ദ്ര പ്രായപൂർത്തിയായെന്ന്. ചുമ്മാ പറയല്ലേ മാമ, അവര് പ്രായപൂർത്തിയായിട്ട് കാലം. എടാ ഇത് വേറെ ശ്രീദേവിയാ. സോറി ബോസ്. എന്തോ സോറിയടാ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എടോ ഒന്ന് പതുക്കെയല്ലേ മുട്ടിയുള്ളൂ, അതിനല്ലേ സോറി ചോദിച്ചേ. പിന്നെന്താടോ? അപ്പൊ ഞാനും സോറി. ഒന്നും പറ്റില്ല. എന്താ പറ്റിയേ? ഇവനെല്ലാം അടിച്ചെന്നോ? ഞാൻ ആലോന്ന് അറിയാമോ നിനക്ക്? ഇന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നിന്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെ കാണിച്ചു തരാട്ടോ. മരുമോനെ വാടാ, നമുക്ക് പോവാം. മാമന്റെ മേത്ത് കൈ ഞാൻ വെറുതെ വിടുവോ? ആരെ വേണേലും വിളിച്ചോണ്ട് വരട്ടെ. നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. അവന്മാരൊക്കെ ഗുണ്ടകളാടാ. എന്തിനാ വെല്ലുവിളിക്കുന്നത്? ഇന്ന് ഓഫീസിൽ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു കൈ അറിയാൻ പാടില്ല. എന്താ നിന്റെ ഉദ്ദേശം? ആരോടാ വെല്ലുവിളിക്കുന്നത് അറിഞ്ഞിട്ടാണോ? വെറുതെ എപ്പോ നോക്കിയാലും ഇതൊക്കെ നിനക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പാടില്ലേ? ഛേ, നാണമില്ലാത്തന്റെ ആസനത്തിൽ ആല് മുളച്ചിട്ട് എന്താ കാര്യം? ഇത് കൊള്ളാം, നല്ല മരുമോനെ എന്റെ. ലേറ്ററിലോട്ടുള്ള പണി തുടങ്ങിയോ? ഭാഗ്യം. ഒരു കണക്കിന് കത്തി ഹോസി വലിക്കണ അവന്റെ സ്റ്റൈല് കണ്ടില്ലേ? നോൺസെൻസ്. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാലും ഇവനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നാ മോനെ? പോക്കറ്റ് അടിക്കുന്നു. പോക്കറ്റ് അടിയോ? നീ എന്തായി പറയുന്നത്? അങ്ങോട്ട് നോക്ക് മാമ. മരുമോനെ, അയാളുടെ പേഴ്സുകൾ അടിച്ചു മാറ്റോ? നിനക്ക് തന്നെ പ്രോബ്ലം. സാറിന്റെ പേഴ്സ്. ദൈവമേ,
എന്റെ പേഴ്സോ? സർ സൂക്ഷിക്കണേ. സാറിന്റെ പോക്കറ്റിൽ ഓട്ടോ ഉണ്ടെന്നാ തോന്നുന്നത്. സൂക്ഷിച്ചു വെക്കണേ സർ. ഒരുപാട് കള്ളന്മാര് കറങ്ങി നടക്കുന്ന സ്ഥലമാണ്. നശിപ്പിച്ചു. ഓ വളരെ നന്ദി. നിങ്ങളെപ്പോലുള്ള നല്ല ആൾക്കാരുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് മഴ തന്നെ പെയ്യുന്നത്. അതെ സർ. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞേ മഴ പെയ്യാൻ പോകുന്നു. അതെ സർ. നിങ്ങള് ദിവസവും ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണോ ബസ് കയറുന്നത്? എന്തിനാ സർ ചോദിക്കുന്നത്? ഞാനും ദിവസവും ഈ ബസ് സ്റ്റോപ്പിലാ വന്ന് ബസ് കയറുന്നത്. ഓക്കെ. മണ്ട ശിരോമണി. സത്യമാടാ മരുമോനെ. അതെ ബസ് എത്തിയല്ലോ. പോകുന്നില്ലേ? പിന്നീട് ഓക്കേ. കാണാട്ടോ. ഓക്കെ, നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ. ബൈ. ശരി എന്നാ. ഓക്കെ സർ. എന്ത് ഭവ്യതയാന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെങ്ങനെ? ഏയ് റാസ്കൽസ്. പോടാ മാമ, ഇത് Bye, കേട്ടില്ലേ? bye. നമ്മള് പോക്കറ്റ് അടിച്ച് പോലെ ചീത്ത വിളിച്ചിട്ട് പോന്നു. മരുമോനെ, അവന്റെ ദൃഷ്ടി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇവൻ മറ്റവനാന്ന്. എടീ നീ അല്ലടേ അവന്റെ പോക്കറ്റ് അടിച്ച. ഹലോ, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. ഞാൻ പോക്കറ്റ് അടിച്ചെങ്കിൽ അയാളോട് പറയായിരുന്നില്ലേ? അയാള് പോയതിനു ശേഷം എന്നോട് തന്നെ ചൂടാവുന്നത്. എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. എടീ നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. നിന്റെ ഇതിനകത്ത് എന്നെ വെച്ചിരിക്കുന്ന നോക്കണല്ലോ. താഴെ ബാഗ്. എന്താ മരുമോനെ, ആ? ദേ ഇത് കണ്ട, വീടിന്റെ ഡോർ മുതൽ ബാങ്കിന്റെ ലോക്കർ തുറക്കുന്ന താക്കോല് വരെ ഇതിനകത്തുണ്ട്. ഇവള് വെറും ചില്ലറക്കാരിയാണ്. ഇവള് എന്തായാലും സൂക്ഷിക്കണം. എന്റെ അമ്മോ, സ്കൂട്ടർ വയറ്. എന്തോന്നാ വല്ലതും തടഞ്ഞോ? ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞു. ബാഗ് കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ. എങ്ങനെ ശരിയാവനാ? ഇവന്മാരെല്ലാം വന്ന് നശിപ്പിച്ചു കളഞ്ഞില്ലേ? എടീ നിന്നെയൊക്കെ തന്നോണ്ടല്ലോ. മാമ സീറ്റ് വലിക്കാനും നിരങ്ങാനും ആയിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ലാസ്റ്റാണ്, ആരും കാണാണ്ട് വലിച്ചോ. ഇനി ഇതെന്തിനാ? ഇവന് ടെൻഷൻ കയറുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വലിക്കുന്നത് വലിയ പാടാണല്ലോ. ഇന്ന് മുഴുവൻ ഇങ്ങനെ കുടഞ്ഞോണ്ടിരിക്കേണ്ടി വരുന്നത് ഒന്ന്. അതെന്താ? തീപ്പിടിയോടാ. അപ്പൊ തീപ്പെട്ടില്ല ഇതിന്റെ കയ്യിൽ. അതെങ്കിലും മേടിച്ച് കയ്യിൽ വെക്കാൻ പാടില്ലേ? ഇനിയിപ്പോ ഇവിടെ ആരോട് ചോദിക്കാനാ? മോനെ, തീപ്പെട്ടി ഉണ്ടോ? ചെവി കേൾക്കാൻ പാടില്ലേ? തീപ്പെട്ടി ഉണ്ടോ ഇല്ലയോന്ന്. ബോസ്, തീപ്പെട്ടിയൊന്നുമില്ല. പക്ഷെ പെട്ടി നിറച്ച് കാശുണ്ടാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ചെയ്താലോ? ഇവനൊരു വട്ടനാണെന്ന് തോന്നുന്നു മാമ. സത്യോ ബോസേ പറയുന്നത്? നല്ല ഐഡിയ. ഇതെന്തോന്ന് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു? എന്റെ ഏരിയയിൽ വന്ന് എന്റെ പിള്ളേർ തമാശയാക്കിയിട്ട് ഇപ്പൊ അവൻ ആളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പോലും ധൈര്യത്തോടെ അവനെയും കാത്ത് ഇവിടെ നിൽക്കുവല്ലേ? നിങ്ങളെ പോലെയുള്ളവരെയാ എനിക്ക് ആവശ്യം. ഓക്കേ എന്ന് പറ മക്കളെ. നാളെ കാലത്തെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അതിന് ഞാൻ ഐഡിയ തരാം. മനസ്സിലായില്ല. മൊത്തം എന്തോന്ന് പിള്ളേരെ മനസ്സിലായില്ല? നിങ്ങൾക്ക് ഈ പ്രേതം പിശാശ് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഈടാ ഞാൻ പ്രേതം, ഇത് പിശാച്. എന്താ അത് തന്നെയാടോ ഞാനും പറഞ്ഞത്. ഒരു വീട്ടിൽ പ്രേതം ഉണ്ടെന്നും പറയുന്നു, പിശാചുണ്ടെന്നും പറയുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ ഒരുത്തനും വിശ്വസിക്കുകയില്ല. നിങ്ങൾ ഒറ്റ ഒരു ദിവസം അവിടെ താമസിച്ച് അവിടെ പ്രേതവും പിശാചും ഒന്നും ഇല്ലെന്ന് തെളിയിച്ചാലുണ്ടല്ലോ, ഞാൻ ആ ഹൗസ് ഓണറിനോട് പറഞ്ഞ് ലക്ഷക്കണക്കിന് കാശ് മേടിച്ചു തരാന്ന്. അതും പിറ്റേന്ന് കാലത്ത് തന്നെ. മരുമോനെ, എന്തുവാടാ പറയുന്നത്? നിനക്ക് വട്ടാണെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി. ഞാനോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഇങ്ങ് അടുത്തുവാ. വേറെ ആരോടത് പറയണ്ട, ചവിട്ടി കൂട്ടും. എടേ നല്ലോണം ആലോചിച്ച് പറയടേ. നാളെ കാലത്ത് ലക്ഷങ്ങളാണ് വീഴുക ഈ കയ്യില്. എടാ മരുമോനെ, നീ ഒന്നും കൂടെ വന്നേ. മാമ, എന്നെ എങ്ങോട്ടാ ഈ വലിച്ചു ആലോചിക്ക്. എടാ മരുമോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് കാശില്ലാതെ നീ എന്തോരം കഷ്ടപ്പെട്ടു. എന്റെ പെണ്ണുമുള്ളിയാണെങ്കിൽ എന്നെ അടുത്ത് താറെടുത്തോണ്ടിരിക്കുക. അവളെ കാണിക്കാനെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാനായിട്ട് നമ്മൾ വെറുതെ ഒരു പ്രേതത്തിനും പേടിക്കേണ്ട കാര്യമില്ല. അവൻ പറയുന്നത് നുണയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പക്ഷെ സത്യമാണെങ്കിൽ ഈ പ്രശ്നമെല്ലാം തീരുവടാ. നാളും കെട്ട് പറയുവടാ. 40 ദിവസമായിട്ട് വായിൽ വെച്ച് വല്ല കഴിച്ചു ഒരു കൊച്ചു കരിമീൻ പോലും. കരഞ്ഞാൽ എങ്ങനെയാ മാമ? മാമൻ തീരുമാനിച്ച ഞാൻ അതിനെതിര് പറയൂ? ഇവനോട് എല്ലാ കാര്യവും വിശദമായിട്ട് ചോദിക്ക്. ഐ ആം വെയിറ്റിംഗ്. നീ ഒന്ന് ചെല്ലടാ, വെറുതെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാ. ഇനി ഇതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയാന്നേ. കാരണം പണം എന്ന് പറഞ്ഞാലേ പണം തന്നെ അല്ലേ? ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. പേര് കൊതുക് രാജപ്പൻ. വൈകിട്ട് 6 മണിക്ക് ഫോൺ ചെയ്തിട്ട് നമ്മുടെ സർക്കിൾ ബ്രിഡ്ജില്ലേ അതിന്റെ താഴെയുള്ള വൈൻ ഷാപ്പിലോട്ട് പോവാ. ആ വൈൻ ഷാപ്പിൽ വെച്ച് ആ ഹൗസ് ഓണർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ശരിയാക്കാം. മരുമോനെ, ഇത് സൂക്ഷിച്ചു വെക്ക്. എന്നാ പിന്നെ ആയിക്കോട്ടെ. മരുമോനെ, നീ ബുദ്ധിമാനാണെന്ന് ഞാൻ സമ്മതിച്ചടാ. കൊതുക് രാജപ്പന്റെ അടുത്തല്ലേ വന്ന് പെട്ടത്. ഈ രാജപ്പൻ ആരാ? കൊതുക് രാജപ്പൻ. അപ്പൊ കാണാൻ കൊതുക്. ഇതാരടേ? ഇവനോ? പറയടേ. എടാ മോനെ, അതിനെ കുറിച്ചൊന്നും നീ വിഷമിക്കാതടേ. മച്ചൂനെ, കൊതുക് രാജപ്പൻ കൈവച്ചാലുണ്ടല്ലോ ഇനി എല്ലാം അങ്ങോട്ട് പറക്കുന്നേ.
റിങ് വന്നിട്ട്. കൊതുക് ഫോൺ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഈ സമയത്ത് തന്നെ എത്തിയല്ലോ രണ്ടുപേരും. ചേട്ടനകത്തുണ്ട്, എല്ലാ കാര്യം ശരി. പറഞ്ഞു, സമ്മതിക്കുകയും പോയി ചെയ്തു. നോക്കാം. നിങ്ങൾ വാ. എന്റെ ചേട്ടനെ നോക്ക്. നമസ്കാരം ചേട്ടോയ്. സമയത്തിന് എത്തൂലേ? ചേട്ടൻ എപ്പോഴും വെള്ളത്തിൽ തന്നെ ആണല്ലോ. കാര്യം കഴിയുന്നവരെ കൂടെ ഉണ്ടാവും. കാര്യം കഴിഞ്ഞ ഉടനെ നിന്റെ പേര് പോലെ തന്നെ നീ ഹോയിന്ന് പറന്നു പോവല്ലേ? അത് കളയന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞ രണ്ടുപേരും യവന്മാരാ. നമസ്കാരം. നമസ്കാരം. അല്ല, നീ എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? രണ്ടാളും നല്ല ധൈര്യശാലികൾ തന്നെ അല്ലേ? ധൈര്യശാലികളാന്നോ? ഭയങ്കര ധൈര്യശാലികളാ. നമ്മുടെ ഏരിയയിലെ 4 പേര് മതി, രണ്ടുപേരല്ലേ ഉള്ളൂ. ബിൽഡപ്പാണ്. കാര്യം തന്നെ. ആരുടെ മക്കളാണാവോ? എന്റെ കഥയൊന്ന് കേട്ടു നോക്ക്. 8 വർഷം മുമ്പ് 3 കോടി രൂപ കൊടുത്ത് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ചു. ഇപ്പൊ എങ്ങനെ അതിനൊരു 10 കോടി കിട്ടും? ആ വീട് വാടകയ്ക്ക് വിടാന്ന് വിചാരിച്ചാ നമ്മുടെ ഈ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചേർന്ന് ആ വീട്ടില് പ്രേതമുണ്ട്, പിശാചുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഒരുത്തനും വാടകയ്ക്ക് വരുന്നില്ല. എന്നാ ശരി, വീട് വിൽക്കാന്ന് വിചാരിച്ചാ അതിനും ഒരുത്തം വരുന്നില്ല. പ്രേതമുണ്ട്, പിശാചുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഞാൻ തന്നെ പോയി അതിൽ താമസിച്ച് അവിടെ പ്രേതമില്ല എന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാ നീ ആ വീട്ടിൽ താമസിച്ച പ്രേതത്തെ കണ്ടാൽ പോലും അത് പ്രേതമല്ലെന്നേ പറയൂ. അതുകൊണ്ട് പുറത്തു നിന്ന് ആരെങ്കിലും അത് താമസിപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചതാ, അതിനുശേഷം ഞങ്ങൾ വരാന്നാ പറയുന്നേ. ഞാൻ പുറത്ത് ഇതിന് ആരെ പോയി നോക്കാനാ? ബാങ്കിൽ ലോൺ മേടിച്ച് വീട് കെട്ടിയതല്ലേ, ആ ലോണ് പലിശയ്ക്ക് മീതെ പലിശ കയറി വലിയൊരു കടക്കടിയിൽപ്പെട്ട് നിൽക്കുന്നു നിങ്ങളുടെ മുമ്പിൽ വലിയൊരു കുടികാരനായിട്ട്. ഞാനൊരു കുടികാരനായിട്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു രാത്രി ആ വീട്ടിൽ താമസിച്ച പ്രേതമില്ല, പിശാചുമില്ല എന്ന് തെളിയിച്ച് കാണിച്ച 10 കോടി കിട്ടും എനിക്ക്. അതില് 2% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് തരാം. 2%. 1 കോടി രൂപയ്ക്ക് 2% ആണെങ്കിൽ 2 ലക്ഷം രൂപ കമ്മീഷനായി. അപ്പൊ 10 കോടിക്ക് എത്രയാടാ? 20 ലക്ഷം. 20 ലക്ഷം. ചേട്ടാ, അവനെ ഒരു പേപ്പറും പെണ്ണും നോട്ടെ. ഈ പണം കിട്ടിയിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നന്നായിട്ട്. ഇതിൽ അഡ്രസ് എഴുത്. പിള്ളേരെ ഞാൻ വിളിച്ചോണ്ട് വന്നോളാം. പേനെ പിടിച്ചു നക്കുന്നത്. ഓക്കെ അല്ലേ? സൂപ്പർ. കൈയും കൊണ്ടാണോ അതോ വായും കൊണ്ടാണോ എഴുതുന്നത്? ചേട്ടന്റെ അഡ്രസ് എടുത്ത് ഒരു സ്റ്റൈല് തന്നെ. ഭയങ്കരമായിട്ടാണല്ലോ എഴുതുന്നത്. ഇതാണ് അഡ്രസ്. രാത്രി കൃത്യം 10 മണിക്ക് ഫോൺ ചെയ്തിട്ട് വരാൻ നോക്കാം. ബാക്കി അവിടെ വെച്ച്. എന്നാ പോവല്ലേ? ചേട്ടാ, നിങ്ങൾ വിഷമിക്കാതെ, ഒക്കെ ശരിയാക്കാന്നെ. മരുമോനെ 20 ലക്ഷം രൂപ മരുമോനെ കിട്ടിയ ചാൻസ് ആണ്, അത് മുതലെടുത്തോളണം കേട്ടോ. കണ്ടില്ലേ, ഇവനൊക്കെ എന്ത് വലിച്ചു വാരി തിന്നിട്ടാണോ ഓക്കാനിക്കുന്നത്. മോനെ മരുമോനെ, ഇപ്പൊ സമയം 6:30ആയി. ഇനി 4 മണിക്കൂർ സമയമുണ്ട്. അതുവരെ നമ്മൾ എവിടെ പോവാനാ? രാമു നാട്ടിൽ പോയപ്പോ റൂമിന്റെ ചാവി തന്നിട്ടാ പോയത്. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കൊതുക് തന്ന അഡ്രസ്സിലേക്ക് നമുക്ക് പോവാം. ശരി, പോവാം. അപ്പൊ ഓക്കെ. ഓ, എന്തൊരു ട്രാഫിക് ആയിരുന്നു. ചായ വാങ്ങിച്ചാലാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നല്ലേ. 1 മിനിറ്റ് ഫോൺ തന്നെ. ഇവരിതെന്താ, നീ എന്തിനാ എന്റെ ഫോൺ എടുക്കുന്നത്? നിനക്ക് നിന്റെ ഫോൺ റീചാർജ് ചെയ്ത് വെച്ചൂടെ? ഭയങ്കര സമ്പാദ്യം തന്നെ. മാമാ, എന്താടാ ഇത് കണ്ടോ? ആ പോക്കറ്റ് എടുക്കാര് ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിലുണ്ടാ? ഓപ്പൺ ചെയ്യടാ, നോക്കാലോ നമുക്ക്. വേണ്ട മാമ, അവളുടെ ബാഗ് തുറന്നപ്പോ തന്നെ വീടിന്റെ പൂട്ട് തുറക്കുന്ന ടൂൾസ് തൊട്ട് ബാങ്ക് കവർച്ചയ്ക്കുള്ള ടൂൾസ് വരെ ഉണ്ട്. ഇപ്പൊ അവളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കണോ? എടാ, അവിടെ ചെല്ലുന്ന വരെ നമുക്കൊരു ടൈം പാസ് വേണ്ടടാ. ഓപ്പൺ ചെയ്യടാ. ഓക്കേ, ഡൺ. എന്തോന്ന് ഡണ്ണും ഡുണ്ണും ഒക്കെ നോക്കാൻ പറഞ്ഞിട്ട്. നെയിം മോന എന്ന മോഹന സുന്ദരി. എന്തൊരു പേരാ ഇത്? മോഹന സുന്ദരിയോ? ചുരുക്കി എഴുതിയ മോഡേൺ പേര് പോലെ ഉണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക്കലാണല്ലോ. മുകളിലേക്ക് തന്നെ നോക്കാലോ. ഏജ് 22. ചെറു പ്രായമാ. റിലേഷൻഷിപ്പ് സിംഗിൾ. പിന്നെ അവൻ ചിക്കി കൊണ്ട് പോകാൻ പോവാ. ഹോം ടൗൺ കൊച്ചി. മാമ, നമ്മുടെ നാട്ടുകാരിയാ. എന്നാന്ന്? നമ്മുടെ നാട്ടുകാരിയാണ്. നമ്മുടെ നാടിന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി വന്നോ? മൊബൈൽ നമ്പർ 9182. മഹാഭാവി, പെൺകുട്ടികൾ ഫേസ്ബുക്കിൽ നമ്പർ ഇടും. എടാ മരുമാനെ, ഫോൺ നമ്പർ ഇട്ടാലേ 4 കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. അപ്പോഴല്ലേ പറ്റിക്കാൻ എളുപ്പമാവുള്ളൂ. വർക്കിംഗ് അറ്റ് സാമൂഹ്യ സേവനം.
ചെയ്യുന്ന പണി ഫ്രോഡ്, എന്നിട്ട് സാമൂഹ്യ പ്രവർത്തക എന്ന് പേരും. ഇവളൊക്കെ ഏത് സമൂഹത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? പക്ഷെ അവള് ഭയങ്കര ഇങ്ങനൊന്നും പറയല്ലേ മാമ. അർജുൻ ജെന്റിൽമാൻ പടത്തില് പണക്കാരുടെ പണം എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ, അതുപോലെ മറ്റാണെങ്കിലും. അവന്റെ പോക്ക് കണ്ടില്ലേ? രാവിലെ പോക്കറ്റ് അടിക്കാരിയായിട്ട് കണ്ട ഇവളെ, വൈകുന്നേരം ആയപ്പോ നീ സാമൂഹ്യ പ്രവർത്തിയാക്കിയല്ലേ മരുമോനെ. ഈ പോണ പോക്ക് അത്ര ശരിയല്ല. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയുന്നു. മാമ, അവളെ ഞാൻ പോക്കറ്റ് അടിക്കാരിയെ കാണുന്നതിന് മുമ്പ് ഒരു സ്റ്റുഡന്റായും ഒരു ടീച്ചറായും ഒരു ഓഫീസറുമായിട്ടാണ് കണ്ടത്. അതിനുശേഷം അവളൊരു പോക്കറ്റ് അടിക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പേ തന്നെ എന്റെ മനസ്സ് ഞാൻ അവൾക്ക് കൊടുത്തു. മനസ്സ് പണയം വെച്ചെന്നു. ചാൻസ് കിട്ടിയാ നീ ഡ്യൂറ്റ് പാടുമല്ലോ. എടാ അത് ശരി, കൈവിട്ടു പോയോ? നീ ഇതൊക്കെ താങ്ങോ എന്തോ. ഇളം നിലാഹിനാവുമായി കാറ്റ് തൊട്ടേ തരാം, വിരൽ തൊടാം കുനുമഞ്ഞു പോൽ ഞാൻ എന്നും പെയ്തിടാം. മിന്നായമായി നിന്നാടു നീ ഇന്നെന്റേതാവൂ നീ, നിൻ താന്തമാം നിശ്വാസമെൻ മാറിൽ തൊട്ടേ തരൂ. ഇളം നിലാക്കിനാവുമായി കാറ്റ് തൊട്ടേ തരാം. I can make it. യോ മഴവിൽ അഴകാം ഓമന പെണ്ണെ, മനസ്സിൽ മഴയായി പെയ്തൊരു കണ്ണെ, ഒരു പൂ വിരിയും നേരം അതിലെ തേൻ കണമാം മധുരം നീയേ, നിന്നിൽ ഞാനൻ വേറെ തേടാം, പ്രേമപ്പനയായി വളർന്നു നിൽക്കാം എൻ പൊന്നേ. I love you, I want you, baby, baby. മഞ്ചാടി മഞ്ചീരം കൊഞ്ചും നെഞ്ചിലേ, പിഞ്ചോമൽ പുന്നാരം കൊഞ്ചിവാ പ്രിയേ. എന്നിൽ കണ്ടു നിൻ പൂവൽ മുഖം വേനലായി, എന്നും നീളവേ തൂവൽ സുഖം നൽകുമോ. ഇളം നിലാക്കിനാവുമായി കാറ്റ് തൊട്ടേ തരാം, വിരൽ തൊടാം കുനുമഞ്ഞു പോൽ ഞാനെന്നും പെയ്തിടാം. ഉല്ലാസം നിൻഹാസം എന്നേർക്ക് നീട്ടുമോ, നീ കണ്ണിനാൽ നോക്കാതെ ഉള്ളു നുള്ളവേ, കണ്ണീർ കാട്ടിലെ കായൽ കാറ്റായി മാറി ഞാൻ, നീയാം നൊമ്പരം സൂര്യൻ പോലെ പൊള്ളവേ. ഇളം നിലാക്കിനാവുമായി കാറ്റ് തൊട്ടേ തരാം.
മരുമോനെ മരുമോനെ എടാ, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് നീ അത് ഒറിജിനലാക്കി പാടിയോ? ഊട്ടിയിലോ കൊടൈക്കനാലോ ഈ ചെറുപ്പക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല. എടാ 2 പ്രാവശ്യം ആ കൊതുക് ഫോൺ ചെയ്തായിരുന്നു. നീ ഒന്ന് എഴുന്നേറ്റേ. എടാ എഴുന്നേക്കാൻ പറഞ്ഞു. നീ എന്താ മിഴിച്ചു നോക്കുന്നത്? ഞാൻ എന്തോ ചെയ്ത പോലെയാണല്ലോ. അതെ, എവിടെയാ ഉള്ളത് നിങ്ങള്? നീ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്. അതെ അതെ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, കണ്ടു കണ്ടു കണ്ടു. എടാ വണ്ടി മര്യാദക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത നീ എന്തിനാ വണ്ടി കൊണ്ട് നടക്കുന്നത്? രൂപം നമ്മളെ കടന്നുപോയ പോലെ തോന്നിയില്ലേ? എന്തായിരിക്കും? മാമൻ കണ്ടോ അതിനെ? എന്താന്ന് എനിക്കറിയില്ല. എന്തൊരു സാധനം ഓടുന്ന കണ്ടു. കറുത്ത രൂപാണ്, കുറുകെ പോവാൻ പാടില്ല. ആകെ പ്രശ്നമാവും. ഈ വീട്ടിലേക്കാണോ പോവാൻ പോകുന്നേ? ഒരിക്കലും പോകരുത്. അവൾ ഒരുപാട് വർഷമായിട്ട് അവിടെ ഉണ്ട്. അവൾ ഒരുപാട് വർഷമായിട്ട് അവിടെയാ ഉറങ്ങുന്നേ. വെറുതെ എഴുന്നേൽപ്പിക്കരുത്. നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. മനസ്സിലായോ? നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ആരാ ഇയാള്? ആകെ കുഴപ്പമാണല്ലോ. എന്താ ബ്രോ, നിങ്ങൾ പേടിച്ചു പോയോ? അവൻ ഏതോ ഒരു ഭ്രാന്തനല്ലേ, വഴി തെറ്റി ഇവിടെ വന്നതായിരിക്കും. ഞാനും ഇവിടെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ ഇവനാര് പുതിയ ആള്. ശരി, അതൊക്കെ കള. ഈ വീട്ടിനകത്ത് എല്ലാം തയ്യാറല്ലേ നിങ്ങള്? അല്ല, എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. ഞങ്ങള് പോവാ. എന്തുവാടാ നിങ്ങള്? നിക്ക് നിക്ക്, നീ എവിടെ പോവാ? നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന്? 20 ലക്ഷോടാ. നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. പ്രേതം വിശ്വാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യാനടാ? നിന്റെ പെങ്ങളുടെ കല്യാണക്കാര്യവും എന്റെ ഭാര്യ എന്നെ പെടുന്ന പെടാപ്പാടും നീ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് സമ്മതിക്കടാ, ഒന്ന് സമ്മതിക്ക്. മാമൻ ഇത്രയും കോൺഫിഡൻസ് ഉള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? ഐ എം വെയിറ്റിംഗ്. പിന്നെ എന്താ ബോസ്, സമ്മതമല്ലേ? ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാ. ആ നിയമവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. സൂപ്പർ ബോസ്, ഇതാണ് റൂൾസ്. അകത്തൊരു ബൾബ് പോലും കത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ടോർച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഫോണിൽ ടോർച്ച് ഉണ്ടല്ലോ. ചൈന സെല്ലാണ് ബോസ്. ചുമ്മാ പളപളാന്നുണ്ടാവും. സൂപ്പർ ബോസ്, ഇത് തന്നെയല്ലേ ഞാനും പ്രതീക്ഷിച്ചത്. ബോസ്, നിങ്ങളുടെ പ്ലാനൊക്കെ കൊള്ളാം. ഒന്ന് അടുത്ത് വന്നേ. രാത്രി 10 മണിക്ക് അകത്ത് പോയാലേ കാലത്ത് 6 മണിക്ക് വന്ന് ഞാൻ തുറക്കും. ജീവനോടെ ഉണ്ടെങ്കിൽ സംസാരിച്ച പണം വന്ന് മേടിച്ചോളൂ. എന്നിട്ട് അടിച്ചു പൊളിക്കേ. ഞങ്ങൾ എപ്പോഴേ റെഡി. ആദ്യം ആ കഥ ഒന്ന് തുറക്ക്. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വാടാ വരുമോനെ, നാളെ മുതൽ നമ്മൾ രക്ഷപ്രഭുക്കളാ. മാമൻ എത്ര പ്രേതം കണ്ടിട്ടുണ്ടാവും? വരുമോനെ, ഇതെന്താ കഥ തന്നെ അടഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മാമ. ശരി, ലൈറ്റ് അടിക്ക്. അമ്മോ, ഭയങ്കര ഇരുട്ടാണല്ലോ. അതെ അതെ, എന്തൊരു ഇരുട്ടായത്. ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. വരുമോനെ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനും അതാ ചോദിക്കാൻ വന്നത്. മിണ്ടാതെ വാ മാമ. വരുമോനെ, നീ എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതട്ടോ. മാമൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാതിരുന്നാ മതി. വരുമോനെ, ഇതൊരു ഭയങ്കര കൊട്ടാരമാണല്ലോ. എടാ മരുമോനെ, നീ കുറച്ച് മുമ്പോട്ട് പോയി ലൈറ്റ് അടിച്ചേ. അയ്യോ, കാശ് കിട്ടിയ ഉടനെ കുറച്ച് കാശ് ഭാര്യയുടെ കൊടുത്തിട്ട് നിന്റെ പെങ്ങടെ കല്യാണം നല്ലപോലെ നടത്തി ആ വഴി നമുക്ക് നേരെ തായ്ലാൻഡിൽ പോവാടാ. തായ്ലാൻഡിലെ മസാജ് സൂപ്പറാന്നാ പറഞ്ഞേ. അവിടെ എല്ലാം പെൺപിള്ളേരാടാ മസാജ് ചെയ്യുന്നത്. ഇപ്പൊ അതാണ് വലുത്. മിണ്ടാതെ വരുന്നുണ്ട്. ഓടാ, നിനക്കെന്തറിയാ? കല്യാണം കഴിഞ്ഞാലല്ലേ നിനക്ക് അതൊക്കെ മനസ്സിലാവൂ. ഒരൊറ്റ പ്രാവശ്യം തായ്ലൻഡിൽ പോയി വന്നാ മതി. പെണ്ണും പിള്ള എന്തോരടിച്ചാലും അതെല്ലാം നിന്ന് കൊള്ളും ഞാൻ. എന്റെ മരുമോനെ, ഇത്രയും നേരമായിട്ട് നമ്മൾ ഒന്നും കണ്ടില്ലല്ലോടാ. ഇനിയിപ്പൊ പ്രേതം ഉണ്ടെന്ന് അവര് വെറുതെ പറഞ്ഞായിരിക്കും അല്ലേ? വിവരമില്ലാത്ത അത് എന്താ? എടാ മരുമോനെ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എടാ, അതൊരു പല്ലിയായിരുന്നു. ഒരു പല്ലിയെ കണ്ടപ്പോ ഇങ്ങനെ പേടിച്ച ഒരു പ്രേതത്തെ കണ്ടാ നീ എങ്ങനെ പേടിക്കും? എന്തിനാ എന്നെ കൂടെ പേടിപ്പിക്കുന്നത്? പേടിച്ചാ ഞാൻ മുള്ളി പോകും കേട്ടോ. രാവിലെ തുടങ്ങിയതാ ചുമ്മാ അതും ഇതും പറഞ്ഞോണ്ട്. അല്ലടാ മരുമോനെ, ഈ പ്രേതത്തിനെ നേരിട്ട് കണ്ടാ എന്ത് ചെയ്യും നമ്മള്? എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. എന്റെ ഭാര്യയേക്കാൾ വലിയ പ്രേതമൊന്നും ഇല്ലല്ലോ. എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാ മോനെ വിഷമം.
പേയൊക്കെ അവിടെ നിൽക്കട്ടെ മാമ. മാമൻ ഈ പെയിന്റിംഗ് ഒന്ന് നോക്കിയേ, ദേവതയെ പോലെയുണ്ട്. ഇതൊരു പെയിന്റിംഗ് ആണോ അതോ ശരിക്കും ജീവിച്ച ഒരു പെണ്ണിന്റെ ഫോട്ടോ ആയിരിക്കുമോ ഇത്? നീ അവിടെ എന്നെ നോക്കുന്നത്? എടാ മരുമോനെ, ഇതൊരു ഫോട്ടോ പോലെയൊന്നുമല്ല, ഒരു ദേവതയെ പോലെ ഉണ്ടല്ലോ. മാമ, ഈ പെയിന്റിംഗ് ശരിക്കും നോക്കിയേ, എന്തോ നമ്മളോട് പറയാൻ വരുന്ന പോലെ ഇല്ലേ? വിച്ചും പേയും പറയാൻ തുടങ്ങിയോ നീ? അവളുടെ കണ്ണിൽ വേദനയും ചുണ്ടിൽ ചിരിയുമാണ്. എടാ മതി മതി, നിർത്തന്ന്. ഒരു പോക്കറ്റ് അടിക്കാരുടെ ഫേസ്ബുക്ക് തുറന്നപ്പോഴേ നീ ഡ്യൂയേറ്റ് പാടാൻ തുടങ്ങിയവനാ. അപ്പൊ ഇത് കണ്ട് നീ ഒന്നും കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വടാ പോവാം. ഒരു ദിവസം ഒരു പെണ്ണിനെ ഫീൽ ചെയ്താൽ മതി. വടാ, ഫ്രെയിം ചെയ്ത് ഫോട്ടോ പ്രണയിക്കാൻ തുടങ്ങി. എങ്ങനെയാ? എന്താ മാമ, പ്രേതമുണ്ടെന്ന് പറഞ്ഞു, പിശാചുണ്ടെന്ന് പറഞ്ഞു, ഒരു ചെറിയ അനക്കം പോലും ബോറടിക്കുന്നു. ബോറടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നാ മതി. ഒച്ചുണ്ടാക്കാം. ആ ഒച്ചെടുക്കും. എന്നാ ഒച്ചയ്ക്ക് ഒച്ചെടുക്കട്ടെ. നിക്ക് ഞാൻ ആ ഒച്ചെടുക്ക്. ഇനി നിർത്ത്. ഇനി നമുക്ക് രണ്ടുപേരും കൂടെ ഒച്ചെടുക്കാം. ഞാനാണ് പ്രേതം. എടാ മരുമോനെ, നീ എന്താ മിമിക്രി കാണിക്കുവാണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല മാമ, മാമൻ ഉണ്ടാക്കുന്ന ഒച്ചയാണെന്നാ ഞാൻ കരുതി. ഞാനല്ലടാ, അത് വേറെ എവിടുന്നോ കേൾക്കുന്നതാ. ഏതുവാണെന്ന് തോന്നുന്നു. പിശാചോ? ഞാൻ അപ്പോഴേ പറഞ്ഞ സത്യത്തിനകത്ത് വരണ്ടെന്ന്. ആഹാ, എന്താ മഹാന് സാധനം? ആദ്യം മാത്രമല്ലടാ മരുമോനെ, നമുക്ക് രണ്ടുപേർക്ക് ഊറ്റി കുടിക്കാൻ വേണ്ടിട്ട് 2 ഗ്ലാസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാ മാമ? നീ ഡ്യൂയേറ്റ് പാടാൻ പോയ ആ സമയത്ത് ഞാൻ പോയി മേടിച്ചോണ്ട് വന്നതാടാ ഇത്. ഇനി നീ എന്നെ ക്രിക്കറ്റ് കുത്തുന്നു ഇടിക്കുന്ന പരിപാടിയൊന്നും മേലുണ്ടാവരുത്. നീ പഠിച്ച സ്കൂളില് ഞാൻ ഹെഡ് മാസ്റ്ററാടാ. ഒരു മയം വേണ്ട എല്ലാത്തിനും. മാമ പേടിയാവുന്നു മാമ, എന്തോ ഒച്ച കേൾക്കുന്നു മാമ, എനിക്ക് പേടിയാവുന്നു. എന്താ മരുമോനെ അത്? മദ്യം ചോദിക്കുന്നടാ. പിന്നെ ചോദിക്കുന്നടാ. ഇനിയും വേണോ? എന്റെ ഗതികേട് കണ്ടോടെ പ്രേതത്തിന് വരെ മദ്യം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. എന്റെ അമ്മോ, പിന്നെ ചോദിക്കുന്നടാ. എന്റെ അമ്മോ, ഇതിപ്പോ തീരുമല്ലോ. നമ്മളെ കണ്ണ് മേടിച്ചു കുടിച്ചേച്ച് ഈ പ്രേതം മാമ, എന്റെ അടുത്തൊന്നും പോവല്ലേ. തുറക്കവാ. അയ്യോ അയ്യോ. ഒന്ന് മാറൂ, 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 മാറൂ. എല്ലാ അവന്മാരും ജീവനോടെ ഉണ്ട്. അരേ ഭഗവാൻ, പ്രോബ്ലം നെയ്യേ. എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ബംഗ്ലാവ് വാങ്ങിക്കുന്നത് ചോദിച്ചതല്ലേ? ഇപ്പൊ ദേക്കോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവിടെ പേ പിശാച്ച് ഒന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ എന്റെ ബുദ്ധി? നമ്മള് വിചാരിച്ച പോലെ ഈ വീട്ടിൽ പ്രേതവും പിശാചും ഒന്നുമില്ല. അതെ അതെ. അരേ ചലോ ചലോ ചലോ. അതെ പൊന്നുമക്കളെ, ജീവനോട് തന്നെ ഉണ്ടോ? ഭയങ്കര ധൈര്യം തന്നെ കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഹലോ, ആദ്യം വാതിൽ തുറക്ക്. വാതിലല്ലേ, ഇതെപ്പം തുറക്കാന്നേ. ഒരു 5 മിനിറ്റ് വെയിറ്റ്. നീ കുടിക്കലോടാ കൊതുകെ, ഒന്ന് പോടാടുന്ന്. ഇപ്പൊ തുറക്കാന്നേ.
മരുമോനെ എന്തിനാ അവര് ജനലടച്ചത്? അത് പണം എടുക്കാൻ പോയതായിരിക്കും മാമ. വന്ന് തുറന്നിട്ട് പണം തന്നോളൂ. അപ്പൊ തുറക്കുമായിരിക്കും അല്ലേ? എടാ മരുമോനെ, നീ ഒന്ന് എഴുന്നേറ്റ്, കഥവ് തുറന്നു, എഴുന്നേക്കണത്. എന്ത് മേലുവേദനയാ! അയ്യോ, ഒരു വിരലൊടിഞ്ഞു. അയ്യോ എന്റെ കൈ. നീ ഇപ്പൊ എവിടുന്ന് വന്ന്? എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ശ്വാസം മുട്ടുക. സെൽഫ് സ്റ്റാർട്ട് ആണല്ലേ? ഇതേതാ കതറൊക്കെ ഇട്ടുകൊണ്ട് ഒരു വെളുത്ത വസ്ത്രധാരി നിൽക്കുന്നത്? ഇവരായിരുന്നു. ഇവന്മാരൊക്കെ ഏതാ പുതിയ ഗ്രൂപ്പാണല്ലോ. ആ കൊതുക് ഇതെവിടെ പോയി? നമ്മളെ കുടുക്കി വിട്ടേച്ച് അവൻ നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? ചേട്ടാ, എന്ത് പണിയായി കാണിച്ചേ? കാലത്ത് 6 മണിക്ക് തുറന്നു വിടാന്ന് പറഞ്ഞാലേ 11 മണിയായി. പണം എടുക്ക്, ഞങ്ങൾ പോട്ടെ. അതെ, പൈസയൊന്നുമില്ല, പോയേ. എന്തുവാടെ നോക്കുന്നേ? പണമില്ലെന്ന് പറഞ്ഞാൽ കേട്ടൂടെ? ചേട്ടൻ നല്ല മൂഡിലുള്ളപ്പോഴേ പൊയ്ക്കോ. ചേട്ടാ, അകത്ത് പ്രേതം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ശരിക്കും അവിടെ പ്രേതമുണ്ട്. ദേവിതാരും പോവല്ലേ? എന്തൊരു ഇടിയായിരുന്നു. നീ തമാശ കാണിക്കാതെ ആദ്യം ഞങ്ങളുടെ കാശ് താ. ഇതെന്താ കബഡി ഗ്രൗണ്ട് ആണോ കളിക്കാൻ? മര്യാദക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. പണം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? നിങ്ങളാരാ അത് പറയാൻ? ഞാൻ അവനോടാ സംസാരിക്കുന്നത്. ചേട്ടാ, അവന്മാര് നിങ്ങളെ കളിയാക്ക. 2 വീക്ക് കൊടുത്താലോ? വേണടാ, കൊച്ചു പിള്ളേരല്ലേ. അതെ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എടാ വലങ്കൈ, ചേട്ടാ, ഞാൻ ആരെന്ന് പറ. എടാ ചേട്ടൻ ആരാന്ന് അറിയോടാ? എടാ, ഈ ഹൗസ് ഓണർ ഈ വീട് 8 വർഷം മുമ്പ് കെട്ടിയതാ. ഈ ഹൗസ് ഓണറുടെ ശത്രുക്കൾ ഈ വീട്ടില് പ്രേതമുണ്ടെന്നും പിശാചുണ്ടെന്നും പറഞ്ഞ് ആരെ കൊണ്ട് ഇത് മേടിപ്പിക്കാതെ ഈ വീട്ടിലാരെയും വാടകയ്ക്ക് വരാതെയും ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഈ വിവരം കെട്ട ഹൗസ് ഓണർ ഞങ്ങളുടെ ഈ ചേട്ടനെ വന്ന് കണ്ടു. എന്നിട്ട്, ചേട്ടാ, ഈ വീട്ടിന്റെ മതിപ്പ് 10 കോടിയാണ്, നിങ്ങൾ എനിക്ക് 5 കോടി തന്നാ മതി, എങ്ങനെയെങ്കിലും വിറ്റ് തരുമെന്നും പറഞ്ഞ് ചേട്ടന്റെ കാലിൽ കുടുംബത്തോടെ വീണ് കരഞ്ഞു പറഞ്ഞതാ. ഞാൻ അവന്റെ അടുത്ത് 3 കോടി രൂപയെ തരുള്ളൂ, എനിക്ക് ബാക്കി 7 കോടി രൂപ വേണമെന്ന് കച്ചവടവും പറഞ്ഞു ഉറപ്പിച്ചു. അവൻ അതിനും സമ്മതിച്ചു. അതിനുശേഷം എത്രയോ പേരെ ഈ വീട് കൊണ്ടുവന്ന് കാണിച്ചു. ചിലരെ തുടക്കത്തിൽ തന്നെ പേടിപ്പിച്ച് ചാടിച്ചു വിട്ടു. മറ്റു ചിലർ വാങ്ങാൻ വന്നതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ളവരൊന്നും ശരിയാവില്ലെന്ന് മനസ്സിലായത് കൊണ്ട് ബോംബെയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കാൻ വന്ന ഒരു സേട്ടിന്റെ അടുത്ത് ഈ ചേട്ടനൊക്കെ പറഞ്ഞ് ശരിയാക്കി. ആ പറഞ്ഞ സേട്ടും ഈ വീട് വന്ന് കണ്ടിട്ട്, ചേട്ടാ ഞങ്ങൾ മേടിച്ചോളാം, ഈ വീട്ടിൽ പ്രേതമില്ലെന്ന് വേറെ ആരെങ്കിലും താമസിച്ച് തെളിയിക്കുകയാണെങ്കിൽ ഈ വീട് അടുത്ത ദിവസം തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തോളാന്ന് പറഞ്ഞു. ശരി, ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് താമസിച്ച് തെളിയിക്കാന്ന് വിചാരിച്ചാ ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ പോലുള്ള 2 മെന്റലുകളെ പിടിച്ചിട്ട് താമസിപ്പിക്കാന്ന് വിചാരിച്ചേ. നിങ്ങളും ഞങ്ങൾ വിരിച്ച വലയിൽ കൃത്യമായി വന്നു. നിങ്ങൾ പറഞ്ഞ പന്തയപ്രകാരം പ്രേതം അടിച്ച് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ ജീവനോട് വന്നാൽ എനിക്ക് 7 കോടി രൂപ ലാഭം. ഇപ്പൊ നിങ്ങളും ജീവനോട് വന്നു, എനിക്കും വരുമാനം വന്നു. എന്താ മാമ ഇത്? 6 മണിക്ക് തുറക്കേണ്ട കതവ് 11 മണിക്ക് തുറക്കുമ്പോഴേ മനസ്സിലാകണ്ടേ? വീട് സേട്ടുവിന്റെ പേര് രജിസ്റ്റർ ആയി. മര്യാദക്ക് പൊയ്ക്കോണം. അങ്ങനെ തോക്ക് കണ്ട് പേടിച്ച് ഓടുന്ന കൂട്ടത്തിൽ പെട്ടതല്ല ഞങ്ങള്. ഒന്ന് നിർത്തടാ. നിനക്ക് കിട്ടാനുള്ള കാശ് നിനക്ക് കിട്ടിയാലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് തരാനുള്ളത് തന്നു വിടുക വേണ്ടത്. കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി. എന്തിനാ ഇങ്ങനെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ മര്യാദയ്ക്ക് പോകില്ല. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കിയത്? ഈ ഉണ്ട പറഞ്ഞാൽ ഓടിക്കോടാ, ഓടിക്കോ. കണ്ടോ, വേറൊരുത്തി വരുന്നത് കണ്ടോടാ. നീ എന്തിനാ ഓടി വന്ന് ഞങ്ങളുടെ അടുത്തൊന്ന് കളിക്കുന്നത്? എടോ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ആരുടെങ്കിലും പോക്കറ്റ് അടിച്ചിട്ടാവും. നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചിട്ടതുകൊണ്ട് നമ്മളെ കണ്ടപ്പോ ശ്വാസം മുട്ടിയ പോലെ നിക്കുന്നതാ. ഹലോ, ഇങ്ങനെ ആവശ്യമില്ലാതൊന്നും പറയല്ലേ കേട്ടോ. വേറെന്തിനാ ഓടി വന്നേ? ഇന്നലെ രാത്രി നിങ്ങൾ ഒരു വീട്ടിലുണ്ടായിരുന്നില്ലേ? ആ വീട്ടിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നത്. ആ വീട്ടിലോ? മനസ്സിലായില്ലോ.
ഒരു പാർട്ടി നിങ്ങൾ ആ വീട്ടിൽ പ്രേതമില്ലെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി താമസിപ്പിച്ചില്ലായിരുന്നോ? അതുപോലെ തന്നെ ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് പാർട്ടി എന്നെ അവിടെ താമസിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ വാങ്ങിട്ട് വന്ന മദ്യം കഴിച്ചത്, രാത്രി മുഴുവൻ ഞങ്ങളെ പേടിപ്പിച്ചത്. ഏയ്, തുറക്ക്. വാതിൽ തുറക്ക്. അയ്യോ, വാ, വാ, വാ. എടി ദുഷ്ടത്തി, വെള്ളമടിച്ച് ഞങ്ങളെ പേടിപ്പിച്ചൊന്നും കുഴപ്പമില്ല. എന്തൊരു ഇടിയാ ഇടിച്ചത്. എന്റെ അമ്മ, എനിക്ക് വയ്യ, കഴുത്ത് വേദനിക്കുന്നു. ഹലോ, വെള്ളം ഒടിച്ചിട്ട് ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ അടിച്ചതൊന്നും ഞാനല്ല കേട്ടോ. മതി, ഞങ്ങള് കുടിക്കാൻ മേടിച്ച മദ്യം നീ കുടിച്ചു തീർത്തു. അതുപോലെ എന്റെ നടു അടിച്ചോടിക്കുകയും ചെയ്തു. ആ അടിയുടെ എഫക്ട് എന്റെ അമ്മ. നിലവിളിക്കല് മാമ. ദേ, നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് പാവം തോന്നില്ലേ? ശരി, ആ ഓപ്പോസിറ്റ് പാർട്ടി നിനക്ക് പണം തന്നില്ലേ? അതിൽ പാതി ഞങ്ങൾക്ക് തന്നിട്ട് പോ. എന്ത് തന്നുന്നാ? എന്ത്? നിങ്ങൾ എങ്ങനെ അവിടുന്ന് വെടിവെച്ച് പുറത്താക്കിയോ അതുപോലെ തന്നെ എന്നെയും വെടിവെച്ച് പുറത്താക്കിയത്. അവിടുന്ന് രക്ഷപ്പെട്ടാ നിങ്ങളുടെ അടുത്ത് വന്ന് പെട്ടത്. നമ്മളെ പ്ലാൻ ചെയ്ത് പറ്റിച്ചതാടാ. അവർക്ക് സന്തോഷമായിരിക്കാൻ വേണ്ടി നമ്മൾ അച്ചാർ പോലെ ഉപയോഗിച്ചടാ. ഇവന്മാരൊന്നും വെറുതെ വിടാൻ പാടില്ല. വിടരുത് മാമ. നമ്മളെ പറ്റിച്ചവരോട് നമ്മൾ പ്രതികാരം ചെയ്തേ പറ്റൂ. നമുക്ക് തരാന്ന് പറഞ്ഞ പണം വാങ്ങിക്കണം മാമ. അതേടാ മരുമോനെ, ജീവൻ പണയം വെച്ച കാശാടാ അത്. അതുപോലെ ഇവളുടെ അടി വാങ്ങി കൂട്ടിയതാ. വിടാൻ പാടില്ലടാ മോനെ. ഹലോ, നിങ്ങളുടെ ഈ പ്ലാനിൽ ഞാനും ഉണ്ട്. ഈ കാര്യത്തിന് വേണ്ടി ഞാനും അധ്വാനിച്ചതാ. എങ്ങനെ? ഞങ്ങളെ തല്ലിട്ടോ? ഫേസ്ബുക്കിൽ വലുതായിട്ട് നിന്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിച്ചോളാം. ഇപ്പൊ പോയിക്കോ. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ? ഇതിനാണോടെ കാലത്തൊട്ട് 3 മണിക്കൂർ എന്റെ പുറകിൽ എങ്ങനെ നടക്കുന്നേ? അളിയോ, നല്ലോണം കേക്ക്. നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടെ റെയിൽ മുരുകന്റെ അടുത്ത് പോയിട്ട് എനിക്ക് തരാന്ന് പറഞ്ഞ കാശൊക്കെ താന്ന് പറഞ്ഞു. അതിന് അവനോ ഒരു ബിരിയാണി കടയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ഇവിടുത്തെ വലിയ ഹൈടെക് ബിരിയാണി കടയാ. എന്നിട്ട് രാവിലോട്ട് വൈകുന്നേരം വരെ ബിരിയാണി തന്നെ മേടിച്ചു തന്നു. അങ്ങനെ ബിരിയാണി കഴിച്ച് വാള് വെക്കേണ്ട സ്ഥിതിയിലെത്തി. ഒരു ബിരിയാണി ഇവിടെ കഴിച്ചാൽ കാശ് തരാന്ന് പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റണ്ടേ? ബിരിയാണി കഴിച്ച് വാള് വെച്ച് മരിക്കുന്നതിലും ഭേദം അവനെ അങ്ങ് കൊന്നേക്കാന്ന് കരുതി. അവന്റെ മരണശേഷം സേട്ട് എന്റെ കയ്യിലാ പണം തരിക. ആ പണം വാങ്ങിച്ചിട്ട് പോലീസും കേസും ഒക്കെ ആവുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കണമെന്ന് കരുതിയിരിക്കുക. ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ സഹായിച്ചാൽ കിട്ടുന്ന കാശ് നമുക്ക് ഭാഗിച്ചെടുക്കാന്നേ. അപ്പൊ ഞങ്ങൾ അയാളെ കൊല്ലണമെന്നാണ് പറയുന്നത്. അതിലെന്താടാ മോനെ ഒരു തെറ്റ്? അന്ന് അവൻ വെടിവെക്കുന്ന സമയത്ത് ഒരു ഉണ്ട നമ്മുടെ മേത്ത് കയറിയായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീർന്നേനെ. നമുക്ക് അവനെ തട്ടിയാലോടാ, അല്ലാണ്ട് പിന്നെ. ഞാൻ എന്ത് വിചാരിച്ചോ അതാ മാമനും പറഞ്ഞു. ഇപ്പൊ പറയാം, അവന്റെ മരണം എന്റെ കൈ കൊണ്ടാ. ഇത് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ഞങ്ങളെ ചതിച്ചതിനുള്ള പ്രതികാരം. ആ റെയിൽവേ മുരുകൻ എങ്ങനെയാ തീർക്കേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്റെ അമ്മ, നിങ്ങളെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെയാ? ആലോചിച്ചോണ്ടിരിക്കുക, പക്ഷെ ഒന്നും തലേ കയറുന്നില്ലടാ. എന്നാ നിങ്ങൾ ആലോചിക്ക്. എന്ന് നോക്കി ഒടുക്കത്തെ വിശപ്പ്. നമ്മുടെ രാമു അടുക്കളയിൽ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. വിശപ്പ് ഭ്രാന്ത് പിടിച്ചോണ്ട് റെയിൽവേ മുരുകനെ എങ്ങനെ കൊല്ലാനാ? ഇവന്മാരെ കണ്ട ആലോചിക്കുന്ന പോലെ തോന്നുന്നില്ല. ലക്ഷക്കണക്കിന് കാശ് കൊണ്ട് കളഞ്ഞിട്ട് പഴഞ്ചോറ് തിന്നാൻ പോകുന്നുണ്ടല്ലേ? അയാൾക്ക് അയാളുടെ പ്രശ്നം വലുത്. എന്താ ഈ കോരിട്ടോണ്ട് വരുന്നത്?
അതെ, നിങ്ങൾക്ക് വല്ല ഐഡിയ കിട്ടിയോ? ഇവൻ എന്തെങ്കിലും പറയുമല്ലോ. ഇപ്പൊ നിന്റെ ഐഡിയ അല്ലേ സക്സസ് ആയിരിക്കും. കഴിക്ക്. ദേ വേണമെങ്കിൽ അവന് കൊടുക്ക്. അവൻ നിനക്ക് ബിരിയാണി വാങ്ങിച്ചെന്ന് പറ്റിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചക്കരെ, നീ കഴിക്കുന്നില്ലേ? എന്റെ മനസ്സ് മുഴുവൻ ആ റെയിൽ മുരുകനെ കൊല്ലണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവനെ കൊല്ലണം. ആലോയ്ക്ക്. ഒടുക്കത്തെ വിശപ്പ്. ഞാൻ ആദ്യം ഇത് കഴിക്കട്ടെ. എടാ, നീ സത്യം പറഞ്ഞ നല്ല മനുഷ്യനാ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? കാലത്തെ രാമു നാട്ടിൽ പോയെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇത് എപ്പോഴും ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം. അതുകൊണ്ടാ ഒരു ഉരുട്ട എടുത്ത് മണത്ത് നോക്കിയത്. വല്ല നാറ്റവും വരുന്നുണ്ടോ? ചീത്തയായിട്ടൊന്നുമില്ല. കൊള്ളാമല്ലോ. പല ആൾക്കാരും ചോറ് വളിച്ചു പോയോന്ന് മണത്ത് നോക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നാണല്ലോ വിചാരിച്ചത്. ശിവന്മാരുടെ ഒരു കാര്യം. എടാ മരുമോനെ, എപ്പോ നോക്കിയാലും അവന്റെ കയ്യിൽ തോക്കും ഉണ്ടാവും, കൂടാതെ അവന്റെ കൂടെ ഗുണ്ടകളും ഉണ്ടാവും. അവനെ ബുദ്ധിപരമായിട്ട് ഇല്ലാണ്ടാക്കുന്നത് നമുക്ക് നല്ലത്. ബോസ്, എന്നാ ഞാനൊരു കാര്യം പറയാം. ആ റെയിൽ മുരുകൻ കാലത്ത് 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ എവിടെ ഉണ്ടാവും, എന്തു ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിലും എന്റെ അടുത്തുണ്ട്. 6 മണി കഴിഞ്ഞാലോ അവൻ എവിടെ ഉണ്ടാവും അവന് പോലും അറിയില്ല. അതിനുള്ളിൽ വേണം നമ്മൾ അവനെ തട്ടാൻ. ഇല്ലെങ്കിലേ സേട്ട് കാലത്ത് പറഞ്ഞതുപോലെ ഷാർപ്പ് 10 മണിക്ക് കാശെടുത്ത് അവന്റെ കൈ കൊടുക്കും. റെയിൽ മുരുകൻ ആ കാശ് മേടിച്ച് പറക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. ഇത് കൊള്ളാലോ കൊതുവേ. അപ്പൊ അവന്റെ ഡീറ്റെയിൽസ് വേഗം ഒന്ന് നിക്കടോ, ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ഊട്ടക്കത്തെ വിശപ്പ്. കഴിക്കടാ. നാല് പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. സ്ക്രിപ്റ്റ് ഒരുക്കി അവൻ സ്കിപ്പ് ചെയ്തേ, സ്വിച്ച് വെച്ചേ, ഷോക്കടിച്ചതില്ലേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. 4 പേര് 4 പേര് 4 പേര്. മണ്ടയിൽ വീഴ്ത്താൻ വെട്ടിയൊരിളനീർ ഉണ്ടാക്കി മോന്തി മടയൻ കത്തിയിൽ നിന്നും ചീറ്റിയ തീയിൽ കത്തിച്ചവനൊരു സിഗരറ്റ്. ഉന്നം വെച്ച് ഉള്ളൊരു കല്ല് തുന്നം പാടിച്ചവനത് പുല്ല്. എങ്ങനെ ഇവനെ കൊല്ലണമെന്ന് ഐഡിയ ഉണ്ടേൽ ചൊല്ലണമൊന്ന്. കൊത്തിയറിഞ്ഞാൽ കൂടി വരും, ഇവനെ കുത്തിയ കത്തി ചുളുങ്ങിടും. വെടിവെച്ചാലും ബുള്ളറ്റ് തിരിച്ചു വരും. ചെക്കൻ ബുള്ളറ്റേറി സ്റ്റൈലായി പോയിടും. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. സ്ക്രിപ്റ്റ് ഒരുക്കി അവൻ സ്കിപ്പ് ചെയ്തേ, സ്വിച്ച് വെച്ചേ, ഷോക്കടിച്ചതില്ലേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ. ജ്യൂസിൽ ചേർത്ത വിഷത്തെ ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് കുടിച്ചേ. ഒടുവിൽ വെള്ളത്തിൽ മുക്കിയ നേരം മീനിന് സോപ്പ് തേച്ച് കൊടുത്തോനാണ്. ഗ്യാസ് തുറന്ന് വെച്ചിട്ടു മാഷാന്റെ ഗ്യാസ് പോയിൽ ഈശോയാണേൽ തലയിൽ ഇട്ടോരു കൺകട്ടയും ഒടുവിൽ കട്ടേ. പടവും മടക്കി കത്തിയടുത്ത് പോയെന്നേ, നെഞ്ചിൽ കുത്തിയിറക്കാൻ പോയെന്നേ. ബിരിയാണി തിന്നു മയക്കി എന്നെ, അവരും ബിരിയാണി തിന്ന് മയക്കി എന്നെ. 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റി
ചീറ്റിപ്പോയെ 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയെ സ്ക്രിപ്റ്റ് ഒരുക്കി അവൻ സ്കിപ്പ് ചെയ്തേ സ്വിച്ച് വെച്ചേ ഷോക്ക് അടിച്ചതില്ലേ 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയെ 4 പേരുണ്ടാക്കിയ പ്ലാന് 4 വഴിക്ക് ചീറ്റിപ്പോയേ നമ്മൾ അവനെ കൊല്ലാൻ ചെറിയ തേങ്ങ തൊട്ട് വലിയ കാറ് വരെ ഉപയോഗിച്ചു നോക്കി. പക്ഷെ നമ്മുടെ ഒരു ചെറു വിരലനക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. ഇനി അവനെ കൊല്ലാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്ക് തീരെയില്ല. മരുമോനെ, അവനെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്ത് സമയം വേസ്റ്റ് ആക്കാതെ അവന്റെ പണി തീർക്കാനുള്ള പരിപാടി നോക്ക്. നിങ്ങൾ ഇതെന്തായി പറയുന്നത്? മുള്ളു കൊണ്ടെടുക്കണമെന്നുള്ള പഴമൊഴി പോലെ അവന്റെ റൂട്ടിൽ കയറി തന്നെ അവനെ ഇല്ലാണ്ടാക്കിയ. മനസ്സിലാവുന്നില്ലല്ലോ, ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയാമോ? എങ്ങനെയാണോ പ്രേതമില്ലാത്ത വീട്ടിൽ പ്രേതം ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ചോ, ആ വീട് തന്നെ നമ്മൾ പ്രേതാലയമാക്കി മാറ്റിയ. എങ്ങനെ? എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രവാദി ഉണ്ട്. മന്ത്രവാദി എന്ന് പറയുമ്പോ പ്രേതത്തിന് ഒഴിപ്പിക്കുന്ന അതെ, നീ ഉദ്ദേശിച്ച മന്ത്രവാദി ഇതല്ല. ഈ മന്ത്രവാദി പ്രേതത്തെ പിടിച്ച് വീടിന്റെ ഉള്ളിൽ വിടും. നാട്ടിലുള്ള പ്രേതങ്ങളല്ല ഇയാളുടെ കൺട്രോളിലാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും കാണിച്ചു കൊടുത്താ എല്ലാ പ്രേതങ്ങളും പിടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ആ പ്രേതങ്ങളെല്ലാം കുറച്ചു നാൾ ആ വീട്ടിൽ നിന്ന് കടിച്ച് നശിപ്പിച്ച് പേടിപ്പിച്ച് ആ വീട്ടിലുള്ള ആൾക്കാരെ പുറത്താക്കി പിന്നെ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. അല്ലാതെ എന്താ നിങ്ങൾ വിചാരിച്ചത്? എന്തായാലും റെയിൽ മുരുകൻ നാളെ കാശ് മേടിക്കുന്നവരെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവന്റെ പേര് തന്നെ ഇരുട്ടുപൂജാരിന്നാ. ഇരുട്ടുണ്ടെങ്കിലേ പൂജ ചെയ്യൂ അവൻ. നാളെയാണ് റെയിൽവേ മുരുകൻ കാശ് വാങ്ങാൻ വരുന്നത്. അതിനു മുൻപേ സേട്ടിന്റെ വീട്ടിൽ പ്രേതങ്ങളെ കൊണ്ടുവന്ന് ആക്കിയ ആ പ്രേതങ്ങളുടെ ഒച്ച കേട്ട് സേട്ട് അലറി വിളിച്ച് പെട്ടെന്ന് വീട് കാലിയാക്കി തരും. ഉറപ്പായും സേട്ട് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കും. അപ്പൊ റെയിൽവേ മുരുകനും കാശ് കിട്ടുകയല്ല. നമ്മളെ പറ്റിച്ചത് കാരണം റെയിൽവേ മുരുകന് വീട് വിൽക്കാനേ പറ്റില്ല. റെയിൽ മുരുകൻ എന്നെ പറ്റിച്ചെടുത്തോണ്ട് പോയ പണം ഇനി ആർക്കും കിട്ടാൻ പാടില്ല. വരൂ, വേഗം പോകാം. എന്നിട്ട് ഇരുട്ട് പൂജാരിനെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. ഇനിയൊക്കെ മാറും. പാർട്ടിക്ക് ഒരു കുറവുമില്ല. പാർട്ടി ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് പാർട്ടി വേണം. ഒരു പാർട്ടി വരുന്നുണ്ടല്ലോ. ഇവിടേക്കാണോ വരുന്നത്? ആ, ഇവിടേക്കാ വരുന്നത്. ആ, ഒരുപാട് ദിവസത്തിന് ശേഷം ബിയറും ബിരിയാണിയും കിട്ടാൻ പോവാ. ഗുരു നിങ്ങളെ കാണാൻ വേണ്ടി 4 പേര് വരുന്നുണ്ട്. ഡീസന്റ് ആയി ഇരിക്കുന്നേ. വേഗം റെഡി ആയിക്കോളൂ. ഞാൻ പറഞ്ഞു കൊടുക്കണം. വരൂ. സാമി അകത്തുണ്ടോ? അകത്തുണ്ട്. വരൂ. ഭയങ്കര വലിയ സാമിയാണോ? വരൂ. ഒരാൾ വന്നാൽ തന്നെ പിഴിയും. നിങ്ങളാണെങ്കിൽ ഗ്രൂപ്പായി വന്നിരിക്കുന്നു. ഗുരു കണ്ണു തുറക്ക്. ഇപ്പൊ ഗുരു കണ്ണു തുറക്കും. നിങ്ങൾ വരൂ. ഇന്ന് എന്തായാലും കൺഫേം തന്നെയാ. വീണ്ടും ലിസ, മൈ ഡിയർ കുട്ടിച്ചാത്താൻ, കോഞ്ചൂരിയൻ, ഈവിൾ ഡെഡ്. ഇപ്പൊ കണ്ണു തുറക്കും. നോക്കിക്കോ. വരൂ, എല്ലാവരും വന്ന് ഈ പ്രേതസന്നിധിയിൽ ഇരിക്കോ. ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കായിരുന്നാലും ശരി എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നതായിരിക്കും. ഇങ്ങോട്ട് വന്നത്. അതെ, ശരിയാ. ആട്ടെ, എന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഫേസ്ബുക്കിൽ കണ്ടതാ സ്വാമി. ഫേസ്ബുക്കിലോ? എങ്കിൽ എന്റെ ഫേസിന് ഒരു ലൈക്ക് കൊടുത്തായിരുന്നു. എന്താ സ്വാമി, അതിനൊക്കെ എവിടുന്ന് ഞങ്ങൾക്ക് സമയം? അതല്ല ഞാൻ നോക്കിയത്. 273 പേരാ എന്റെ ഫേസിന് ലൈക്ക് കൊടുത്തിരിക്കുന്നത്. മറക്കാതെ നിങ്ങൾ ലൈക്ക് കൊടുക്കണേ. അനിയന്മാരെ, ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. 7 ലൈക്സാ. അടിച്ച് കൊന്നുകൂടിയില്ലേ? ആകെ 7 പേരെ ലൈക്ക് ചെയ്തുള്ളൂ. അതിന് കൊന്നുകൂടി എന്ന് പറയുന്നത് എന്തിനാ? സ്വാമി, പ്രശ്നം പറയട്ടെ ഞാൻ. പ്രശ്നം നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രശ്നം എന്താണെന്ന് നീ എന്നോട് പറയാ. അല്ലെങ്കിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് വിശദമായിട്ട് എഴുതിത്താ. ഞങ്ങളുടെ പ്രശ്നം ഒരു പേപ്പറിൽ എഴുതാൻ തീരൂല. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോ. കാരണം സ്വാമി വളരെ പവർഫുൾ മാനാ. ഗുരു, ഇവരെഴുതുന്നത് കണ്ട പ്രശ്നം വലിയ ഗുരുതരമാണെന്ന് തോന്നുന്നു. ഒരു വലിയ അമൗണ്ട് എന്തായാലും കറന്നെടുക്കേണ്ടേ. മുറുക്കി പിടിച്ചോ. എല്ലാം എഴുതിടാ വരുവാനെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കൂ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വായിക്കും. എന്തുവാടാ ഇത്? നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൂടി വീശപ്പം പോലെ കുരുങ്ങി കിടക്കുകയാണല്ലോ. എന്നാലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ അടുത്ത് ഇല്ലാത്ത പ്രേതങ്ങൾ തന്നെ ഇല്ലെന്ന് പറയാമല്ലോ. അത്രമാത്രം പ്രേതങ്ങളാണ് എന്റെ കൈ കൊണ്ട് ഒഴിപ്പിച്ചിട്ടുള്ളത്. പണ്ടേ ഒരു മലയാള സിനിമയില് ഒരു പ്രേതം വന്ന് പാട്ട് പാടില്ല. എന്ത് പാട്ടാണ്? കിരണങ്ങൾ ഒളി വീശി. ആ പ്രേതവും മാർക്കറ്റൊക്കെ ഡള്ളായി നമ്മുടെ ഗോഡൌണിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ പുതുതായിട്ട് 2 മദാമ പ്രേതങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പ്രേതം വേണമെന്ന് പറഞ്ഞാൽ മതി. അതിന് ഉടനെ നിങ്ങളുടെ കൂടെ അയച്ചേക്കാം. സ്വാമി, ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഇപ്പൊ 7 പ്രേതത്തിന് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. 7 പ്രേതം വേണമെന്നോ?
കൊള്ളാലോ കൊതുകെ. എല്ലാ പ്രേതവും ചോദിക്കുകയാണല്ലോ. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എല്ലാ പ്രേതത്തെയും പാക്ക് ചെയ്ത് അയച്ചിട്ട് ഒരു അമൗണ്ട് ഇങ്ങ് വാങ്ങിക്കോളൂ ഗുരു. ഒരു മാസം മട്ടൻ ബിരിയാണി കഴിക്കാം. അതായത് 7 പ്രേതവും വേണമെങ്കിലേ ചെലവൽപ്പം കൂടുമല്ലോ. പണത്തെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട സ്വാമി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തന്നെ ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ ഓക്കെ. നോക്കേ, നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും എന്റെ അസിസ്റ്റന്റ് അടുത്ത് കൊടുത്തിട്ട് പറ്റോ. ഇപ്പൊ പ്രേതങ്ങളെല്ലാം കൂടി പുതുതായിട്ട് റിലീസായ പ്രേതപ്പടം കാണാൻ വേണ്ടി പുറത്തു പോയിരിക്കുക. അവരൊക്കെ വന്ന ഉടൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് നിങ്ങൾ തന്ന ഫോൺ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് ആ അഡ്രസ്സിലേക്ക് അയച്ചേക്കാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ സ്വാമി. ഒരു മിനിറ്റ്. ജയ് മണ്ടേശ്വര 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 അതൊക്കെ മതി. മണ്ടേശ്വര. ആരാ ഫോണില്? നമ്മുടെ ആളിനെ അത് പിന്നെ ടവർ കിട്ടുന്നില്ല. ഹലോ, ടവർ കിട്ടുന്നില്ല. ടവർ കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹലോ 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 ഹലോ. എത്തിയോ? എത്തിയോ? എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? എന്തോന്ന് മുടിയോ മുട്ടയടിച്ചിരിക്കുന്നോ? അതിന്റെ കാര്യം ഒന്നും പറയണ്ട. മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന ഒരു എണ്ണ തേച്ചാ ഇഷ്ടം പോലെ മുടി വളരുമെന്ന് പറഞ്ഞു. തേച്ചപ്പോ ഉണ്ടായിരുന്ന മുടി മുഴുവനും മൊത്തത്തിലങ്ങ് പോയി കിട്ടി. ശരി, അതൊക്കെ കള. നിങ്ങളെ നമ്മുടെ സ്ഥലത്ത് ആ ഫ്ലൈറ്റ് അങ്ങ് പാർക്ക് ചെയ്തേക്ക്. എന്റെ അസിസ്റ്റന്റ് അയച്ച് ഞാൻ പിക്കപ്പ് ചെയ്തോളാം. ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ഇത് ആരോടാ മോളിൽ പോകുന്ന എയർപ്ലെയിൻ നോക്കി സംസാരിക്കുന്നേ? അതോ, ലണ്ടനിൽ നിന്ന് നമ്മുടെ ക്ലയന്റ് ഒരാൾ വരുന്നുണ്ട്. അയാൾ നമ്മുടെ വീട് ക്രോസ് ചെയ്യുമ്പോ ഇൻഫോം ചെയ്യാൻ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ കോൾ ചെയ്തത്, അതാ സംസാരിച്ചോണ്ടിരുന്നത്. എന്തോ പിന്നെ അയാൾ ലണ്ടനിൽ വലിയ പുള്ളിയാ. അയാൾക്ക് ലണ്ടനിൽ വലിയ ഹോട്ടൽസ് ഉണ്ട്. അദ്ദേഹത്തിന് എല്ലാം ഞാൻ തന്നെയാ. അതൊക്കെ ശരിയാ സ്വാമി. വിമാനം 1000 അടി മുകളിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നിങ്ങളെ മാത്രം അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ മുടി മാത്രം അങ്ങനെ കൃത്യമായിട്ട് കള്ളം പറയാ നിങ്ങള്. എന്റെ പൊന്നു, ആ പറക്കുന്ന എയറോപ്ലെയിനെ നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? എയർപ്ലെയിൻ എന്ത് രസത്തിലാ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അത് കാണുന്നുണ്ടോന്ന് വരെ ചോദിക്കുവാ. 1000 അടിക്ക് മുകളിൽ പോകുന്ന എയറോപ്ലെയിൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമ്പോ എയറോപ്ലെയിനിൽ ഇരിക്കുന്നവർക്ക് 1000 അടി താഴെ ഉള്ള നമ്മളെ എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യോ, എന്നാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. മാമ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നോണ്ട് അവരിങ്ങനെയൊക്കെ ഉത്തരം പറയുന്നത്. എന്റെ വാ വെറുതെ ഇരിക്കുന്നില്ല മോനെ. നടക്ക്. നമ്മൾ പോയിട്ട് എത്ര പെട്ടെന്നാ വന്നത്. ഈ കൊതുകിനെയും മാമനെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? ആണല്ലോ. ഇരുട്ട് സ്വാമി വരാൻ കുറെ സമയമെടുക്കും. അതുവരെ എന്താ ചെയ്യാ? എന്റെ കുഞ്ഞിനെ ഇങ്ങിതാ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരാം. എന്റെ കുഞ്ഞ് മഴയിൽ നനഞ്ഞാ പോലും ഇങ്ങനെ കരയില്ല. അത് മഴ നനയാതിരിക്കാനാണോ ഇങ്ങനെ ഓടി വന്നത്? മഴ നിൽക്കുന്നവരെ ഞങ്ങള് ഇവിടെ ആ നിന്നോ നിന്നോ. നിനക്ക് മഴ എന്താ ഇഷ്ടല്ലേ? എനിക്ക് നിന്നെയാണ് ഒത്തിരി ഇഷ്ടം. ഇഷ്ടം എന്ന് വെച്ചാ നിന്നെ ആദ്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞതാ. അന്ന് നീ പോക്കറ്റ് അടിച്ചത് അങ്ങേരുടെ പേഴ്സ് മാത്രമല്ല, എൻ്റെ മനസ്സും കൂടിയാ. അതേ മോനെ, അന്ന് നീ അയാളുടെ പേഴ്സ് പോക്കറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി. എന്താ കണ്ടപ്പോ തന്നെ പ്രേമിക്കാൻ തോന്നിയാ? പെൺകുട്ടികൾ നിങ്ങള് ചില ചെറുക്കന്മാരെ കണ്ടയുടൻ സ്വന്തം ചേട്ടനെ പോലെ കരുതാറില്ലേ, അതുപോലെ ഞങ്ങൾക്ക് കണ്ടയുടൻ പ്രേമം തോന്നിക്കൂടെ? ഈ ലോകത്ത് പണം, സ്നേഹം, പദവി ഇതൊന്നും അത്ര പെട്ടെന്ന് നേടാനാവില്ല. പക്ഷേ പ്രേമം ആദ്യ കാഴ്ചയിൽ തന്നെ ഉണ്ടാവും. ഒരു ചെറുക്കന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ അവനൊരു ചെറുക്കൻ, ഇവളൊരു പെണ്ണ്. ആ ചെറുക്കനും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഈ പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനേക്കാളും വലിയ കാരണമൊന്നും വേണ്ട. ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് മോനെ. മോളെ, അനിയാ,
ഇതെന്റെ കെട്ടിയാൻ വരുന്ന സമയ മഴ നിന്നു. നിങ്ങൾ പോവാൻ നോക്ക്. ഏയ് മോനെ, പൂജാരി വരാനുള്ള സമയം എപ്പോവാ? നല്ല കാലം ഇതുങ്ങളെ വീടിനകത്ത് വിടാഞ്ഞത്. വീടിനകത്ത് വിട്ടിരുന്ന എന്ത് സംഭവിച്ചേനെ? എനിക്കെന്തോ നമ്മൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന പോലെ പേടിയാവുന്നു. നിനക്കെന്ത് തോന്നുന്നു? ഏയ് ഇരുട്ട് സ്വാമിയെ വിളിക്കുന്നേ. ഹലോ ഹലോ, ഞാൻ ഇരുട്ട് സ്വാമിയാ സംസാരിക്കുന്നത്. നിനക്കെന്താ കൊഴുത്ത കോഴി ബിരിയാണി വേണോ വേണ്ടേ? പറയൂ സ്വാമി. നമ്മുടെ പ്രേതങ്ങളൊക്കെ പടം കണ്ടിട്ട് എത്തിക്കഴിഞ്ഞു. നല്ല ആട്ടിറച്ചിയും കോഴിയിറച്ചിയും കൂടെ കുഴച്ച് വിഴുങ്ങുക. നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് എത്തിയേക്കും. ഓക്കെ സ്വാമി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും പ്രേതങ്ങളും കൂടി ഒരാട്ട പിടിച്ചങ്ങ് എത്തിക്കൊള്ളാന്നേ. ഓക്കെ വാ, ഇരുട്ട് സ്വാമി ഇപ്പൊ വരും. വാ. എന്നെ വിട്ടുകളയില്ലല്ലോ? മനസ്സിലായില്ല. അല്ല, എന്നെ കൈവിടില്ലല്ലോ? ഏയ് വാ. ബിരിയാണി മേടിച്ചിരുന്നു വിചാരിച്ച പൊറോട്ട വാങ്ങി തന്നിരിക്കുന്നു. ശിഷ്യ, ഗുരു, വീടിന് ചുറ്റും എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് വീട് നിന്റെ കൺട്രോളിൽ ശരി വെച്ചോളാം. ഗുരു. എനിക്ക് സ്വാമിനെ വലിയ വിശ്വാസമില്ല. പ്രേതങ്ങളെ പോലെയാണല്ലോ. ഓക്കെ, പോടാ. ഉള്ളിൽ പോയി ഉറങ്ങാം. ദാ, ഇങ്ങോട്ട് വന്നേ. എന്തിനാ വീണ്ടും വിളിക്കുന്നേ? മണ്ടേശ്വരി, ഈ നാരങ്ങ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഒരു കാരണവശാലും ഇത് കളഞ്ഞു പോകരുത്. ശരി ഗുരു. എങ്ങനെയെങ്കിലും ഈ പ്രോജക്ട് നമ്മൾ തീർക്കണം. ഓൾ സിഗ്നൽസ് ഓക്കെ ആയടാ. അല്ല, ആ ചാക്കിനകത്ത് എന്താ? ഓൾ സീക്രട്സ് ഇൻ ദ ചാക്കിലെ. എല്ലാ രഹസ്യങ്ങളും ചാക്കുകെട്ടിനകത്താണ് ഉള്ളത്. എന്താ ഗുരുവേ? ടേക്ക് ചാർജ്. ഓക്കെ ഗുരു. ബി കെയർഫുൾ. ഒന്ന് അനങ്ങി നടക്കടാ പുല്ലേ. സ്വാമി, ചാർജർ സ്വാമി. ചാർജോ? ഞാൻ വീടിനാണ് ചാർജ് എടുക്കാനായിട്ട് പറഞ്ഞത്. ഇതെന്താ ഇത്? എന്റെ സെൽഫോണിന്റെ ചാർജർ പോലെ ഉണ്ടല്ലോ. ഓ എന്റെ പൊന്നോ, നീ ആ പെണ്ണാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞേയില്ല. എന്റെ ചിരി കണ്ട എന്റെ പ്രേതങ്ങളെല്ലാം പേടിച്ചു പോകുന്നില്ല തോന്നുന്നത്. പാവങ്ങളായിട്ടുള്ള. അപ്പൊ പ്രേതത്തിനെ കൊണ്ടാണ് വന്നത്? നോൺസെൻസ്. പ്രേതങ്ങളൊക്കെ എപ്പോഴും എൻട്രി ആയി കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് ലൈറ്റ് എല്ലാം ഓഫ് ആയ ഉടൻ പ്രേതങ്ങളെല്ലാം ഓൺ ആകും. പിന്നെ പ്രേത കൂത്തായിരിക്കും. ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. പൊളിക്കൂടെ. സൈലൻസ്. പൊതുവെ പ്രാക്ടീസ് ചെയ്ത് പ്രേതങ്ങളാ എപ്പോഴും ഒരു വിശ്വാസം വേണം. ഞാൻ കേൾക്കാതെ എന്താ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ആളെ കാണുന്നില്ലല്ലോ. അതിപ്പോ തന്നെ ചോദിക്കാം. വേറെ ഒന്നുമല്ല സ്വാമി, ശിഷ്യനെ കുറിച്ച് ഒരു ഡൗട്ട്. കാര്യങ്ങളൊക്കെ അറിയോ എന്തോ? മൈ ശിഷ്യൻ പെർഫെക്റ്റ്ലി കറക്റ്റാ. ശിഷ്യൻ ലൈനിൽ എത്തി കഴിഞ്ഞു. പറയടാ ശിഷ്യ. ഗുരു, ഞാൻ കണ്ടുപിടിച്ചു. എന്താടാ കണ്ടുപിടിച്ചത്? മെയിൻ ഹാളിന്റെ മുകളിൽ ഒരു ജനലുണ്ട്. അവിടെ നിന്ന് നോക്കിയാ വീട് മുഴുവനും കാണുന്നുണ്ട്. അതെയോ? എങ്കിൽ നീ ഉടൻ തന്നെ അതങ്ങ് തുറന്നു വെച്ചേക്ക്. ഞങ്ങൾ വന്നേക്കാം. ഓക്കെ, വേഗം വാ. ഇപ്പൊ കണ്ടില്ലേ, ശിഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഡൗട്ട് ആയിരുന്നല്ലോ. പക്ഷെ എല്ലാ ജോലിയും തീർത്തിട്ട് റെഡി ആയിരിക്കും. റെഡി ആയല്ലേ? നമുക്ക് പോയി നോക്കാം. ഓക്കെ സ്വാമി. സ്വാമി, ഇവിടെ നിന്ന് നോക്കുമ്പോ എല്ലാം കാണുന്നുണ്ടല്ലോ. ഈ വീട് ഓൾറെഡി എന്റെ അസിസ്റ്റന്റിന്റെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞു. കറക്റ്റ് ആയിട്ട് 12 മണിയാകാൻ 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആരെങ്കിലും വീട്ടിനകത്ത് പോയി മെയിൻ ഒന്ന് ഓഫ് ചെയ്യേ. നിങ്ങൾ ആരെങ്കിലും ചെന്ന് മെയിൻ ഓഫ് ആക്ക്. പേടിക്കണ്ട, ഞാൻ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വരാം.
എന്താ സൗണ്ട് ഇത്? अरे भगवान! എന്താടി ഇത്? നീ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിയെന്നും പറഞ്ഞ് രാത്രി ഇങ്ങനെയാണോ എല്ലാവരും പേടിപ്പിക്കുന്നത്? സോറി ചേട്ടത്തി, അടുത്ത മാസം നടക്കാൻ പോകുന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങിയതാ. അതുകൊണ്ട് സ്വപ്നത്തിൽ പിച്ചും പേയും പറയാൻ തുടങ്ങിയത്. യു ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. അരേ, ഇത്രയും കപ്പ് വാങ്ങിച്ചു, നെക്സ്റ്റ് മന്തും നീ തന്നെ കപ്പ് വാങ്ങും. ഇപ്പോ വായ അടച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഈ പെണ്ണിന് വട്ടാൻ തോന്നുന്നു. വിശക്കുന്നു, ഭക്ഷണം എന്തെങ്കിലും കിട്ടുവോ? ആരാ? ഭക്ഷണോ? ഈ രാത്രിയിലോ? പ്രേതമുണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ വീട്ടിൽ താമസിക്കാൻ വന്നേ? പോയിക്കോ, വേഗം ഈ വീട്ടിൽ പോയിക്കോ. ഗോപാലാ പറഞ്ഞത്, വേഗം ഇവിടുന്ന് പോയിക്കോ. പറയുന്നത് കേക്ക്. കളിക്കാൻ വരുന്നുണ്ടോ? എന്താ ചോദിച്ചേ? പേടിക്കണ്ട, ഞാനുണ്ട്. പേടിക്കണ്ട, ഞാനുണ്ട്. കളിക്കാം വാ. എന്താടാ, 4 പേരിൽ ഒരാൾ പറയുന്നുണ്ടല്ലോ, എവിടെ പോയി? എന്റെ ചേട്ടാ, തട്ടുകടയിൽ കാക്ക ബിരിയാണി കഴിച്ചതുകൊണ്ട് വയറിളക്കം പിടിച്ചിരിക്കുവാ. കോർപ്പറേഷൻ കക്കൂസിലുണ്ട് ഇപ്പം. നമ്മള് പോകുമ്പോ പിക്കപ്പ് ചെയ്തോളാം. പിന്നെ ചേട്ടാ, ആ സേട്ടിന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുമല്ലോ അല്ലേ? ആദ്യം ഭക്ഷണം കഴിച്ചതിന്റെ കാശുതാ. കാശും തരുന്നില്ല, ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാനും സമ്മതിക്കുന്നില്ല. 11 മണിക്ക് വന്നതാ, ഇപ്പൊ സമയം 1 മണിയായി. അടുത്ത് അവിടെ ഒരു ഈച്ചും കാക്കയും പോലും ഇല്ല. ഇവനെ തട്ടിയേക്കട്ടെ.
ഇവന് കുറച്ച് അഹങ്കാരം കൂടിപ്പോയെന്നാ തോന്നുന്നത്. എടാ, കൊച്ചു പിള്ളേരോട് പോയി ചേട്ടൻ ആരാന്ന് അറിയോടാ? ചേട്ടന്റെ പേരെന്താന്ന് അറിയോടാ? ചേട്ടന്റെ പേര് റെയിൽ മുരുകൻ എന്നാടാ. എടാ, ഒരു സമയത്ത് ബോംബെയില് കലക്കിക്കൊണ്ടിരുന്നതാ. റെയിൽ മുരുകൻ എങ്ങനെ പേര് വന്നെന്നറിയോ? മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമ്പോ കയ്യിൽ ടിക്കറ്റിൽ എങ്ങനെ TTR പിടിക്കുന്നു കരുതി റെയിൽ പെട്ടിയിൽ തൂങ്ങിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എടാ, അതുകൊണ്ടാടാ ചേട്ടന് റെയിൽ മുരുകൻ എന്ന് പേര് വന്നത്. അവിടെ കലക്കിക്കൊണ്ടിരുന്ന ഈ ചേട്ടനാ ഇന്ന് നിന്നെ ഈ തട്ടുകടയിൽ ഇഡ്ഡലി കഴിക്കുന്നത്. ഇത് നിനക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയാടാ കഴുതേ. എടാ, സൈഡ് ഡിഷ് ഞങ്ങൾ ഓംലെറ്റ് മാച്ച് കഴിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അണ്ണൻ കലക്കിയേ കഴിക്കുള്ളൂ. അവൻ പറഞ്ഞു തന്നെ എടുക്ക്. ജി, 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 അത് തന്നെ ഡയലോഗ് ജി. താനെ ഡയലോഗ് വേണല്ലോ. എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചേട്ടാ, ഫോൺ അടിക്കുന്നു, നോക്കിയേ. എന്തുവാടാ സേട്ടു ഈ സമയത്ത് വിളിക്കുന്നത്? ചേട്ടോ, ഹലോ ഹലോ. കട്ട എന്നാ തോന്നുന്നത്. ഫോൺ ചെയ്തിട്ട് എന്താ അയാൾ സംസാരിക്കാത്തെ? ഉറങ്ങുമ്പോ സേട്ടിന്റെ കൈ അറിയാതെ തട്ടിപ്പോയിട്ടുണ്ടാവും. ഇയാളെന്തിനാ വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കുന്നേ? സംസാരിക്കും. ഹലോ ചേട്ടാ, ഹലോ. കൈ കഴുകിക്കോളൂ. ഹലോ, ഇയാൾക്ക് എന്തിന്റെ കുറവാ? ഇയാളെന്താ സംസാരിക്കാത്തെ? അണ്ണാ, ചിലപ്പോ സേട്ടിന്റെ ഭാര്യ ആയിരിക്കോ? അതെന്താ സേട്ടിന് അനിയത്തി ആയിക്കൂടെ? അണ്ണന്റെ മുഖം കണ്ട ഉടനെ സേട്ടുവിന്റെ അനിയത്തി വീണെന്നാ തോന്നുന്നത്. ചേട്ടാ, ചേട്ടന്റെ നമ്പറിലേക്ക് ചേട്ടൻ വിളി. ഒരുപക്ഷെ ചേട്ടന്റെ അനിയത്തി ചേട്ടന്റെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ? ഉള്ളതാണോടി? വിളിച്ചോ. ചേട്ടാ, ബെല്ലുണ്ട്. സംസാരിക്കും. അയ്യോ, ജി, ഫോൺ ബെല്ലടിക്കുന്നു. ആരാണെങ്കിലും വിളിച്ചോടനെ വരാൻ പറ. ഞാൻ എങ്ങനെ പോയി എടുക്കും? പ്രേതം അടുത്തിരിക്കല്ലേ? ചേട്ടാ, you don't worry, I will take care. വേണ്ട, പറഞ്ഞ കേക്ക്. വേണ്ട. അയ്യോ, എന്താ? ഹലോ സേട്ട്, എന്താ സേട്ടു ഇങ്ങനെ ഫോൺ അടിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നത്? ഞാനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പണം ഇപ്പൊ തന്നെ തരുമോ? നാളെ നാട്ടിൽ വല്ലതും പോകുന്നുണ്ടോ? പണം തരാവുന്നു. ഹലോ, എന്താ സേട്ടു, രാത്രി 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആയതുകൊണ്ട് നാളെ തരാനുള്ള പണം ഇന്ന് തന്നെ തരാമെന്ന് പറയുന്നു. പറഞ്ഞ വാക്ക് സംരക്ഷിക്കാൻ ഇത്ര വലിയ താല്പര്യമാണോ തനിക്ക്? സേട്ടു എന്ന് വെച്ചാ സേട്ടു തന്നെയാ. ഇപ്പൊ തന്നെ വന്നേക്കാം. വാടാ, വേഗം നമുക്ക് പോവാം. ഒന്ന് വേഗം വാ. എടാ, ഇത്ര നേരം കഴിച്ചിട്ട് കാശ് തരാതെ പോവാണല്ലേ? കാശ് തന്നിട്ട് പോടാ. എന്തിനാടാ വെറുതെ കിടന്ന് കാണുന്നത്? നാളെ ചേട്ടൻ നിനക്കൊരു ഹോട്ടൽ തുറന്നു തരും. നാളെ കട നോക്കണേ, തിന്നതിന് കാശ് വേണോ അത്രേ? കറണ്ട് ഇല്ല, കോളിംഗ് ബെൽ അടിക്കത്തില്ല. വരും, നമുക്ക് തട്ടി നോക്കാം. എന്തോന്നാടാ, ആളില്ല, കതവ് മാത്രം തുറക്കുന്നു. വാ പോയി നോക്കാം. ചേട്ടാ, സേട്ട് ചെക്ക് തന്നാ മേടിക്കരുത്, അത് ബൗൺസ് ആയി പോവും. അവിടെ നിന്ന് ബിരിയാണി കഴിച്ചത് വയറിളകുന്നത് പോലെ ഉണ്ടല്ലോ. എന്താടാ ഇത്? ആരെയും കാണാനില്ലല്ലോ. ചേട്ടാ, സേട്ട് ഇരിക്കുന്ന പൊസിഷൻ നോക്കിയേ. എന്താ സേട്ടു, ഫോൺ ചെയ്ത് അർജന്റായിട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ ഒത്തിരിക്കുന്നേ? കുടുംബത്തോടെ സൈഡിലിരിക്കുന്നത് തനിക്ക് വല്ല പൈൽസും ഉണ്ട്? ഒന്ന് പറയടോ. സ്വാമി, നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്താലോ? അതെയോ? എങ്ങനെ സെൽഫോൺ തന്നെ എന്ത് പറയുന്നു നോക്കാം. അയ്യോ, എന്റെ സെൽഫോൺ കാണുന്നില്ലല്ലോ. അതിൽ എന്റെ കോണ്ടാക്ട്സ് എല്ലാം ഉള്ളത്. എവിടെ വെച്ചു? ഞാൻ അറിയാതെ എന്റെ പോക്കറ്റിൽ നിന്നും നീ എങ്ങനെ ചാർജർ എടുത്തുവോ, അതേപോലെ നീ അറിയാതെ നിന്റെ പോക്കറ്റിൽ നിന്നും നിന്റെ സെൽഫോൺ ഞാൻ എടുത്തോ. ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? സ്വാമി, ഞാൻ റെയിൽ മുരുകനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഓ, അതാണോ? അതിനെ കുറിച്ചൊന്നും നീ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയെല്ലാം അങ്ങ് താനേ നടന്നോളൂ. എന്താ മാഡം, എന്താ ഇത്? സേട്ടു ഒന്നും സംസാരിക്കുന്നില്ല. എന്താ ഇങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിക്കേ. 3 പേരും കുറെ നേരമായിട്ട് മൈൻഡ് വോയിസിലാണല്ലോ സംസാരിക്കുന്നത്. എന്താ പറ്റിയത്? നിങ്ങളെല്ലാം എന്താ ഈ പ്രേതത്തിനെ കണ്ടുപോലിരിക്കുന്നേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലേ? ചേട്ടാ,
എല്ലാവരും കണ്ടുപോലെയല്ല, പ്രേതം തന്നെയാ. ചേട്ടാ, ഇങ്ങനത്തെ പ്രേതങ്ങളെയൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. വരൂ, നമുക്ക് ഓടാം. പ്രേതങ്ങളെല്ലാം എൻട്രി ആയി കഴിഞ്ഞു. ഇനിയെല്ലാം പ്രേതക്കളി മാത്രം. ഇപ്പൊ നോക്കിക്കോ, ഓരോ പ്രേതങ്ങളും വന്ന് എങ്ങനെ പേടിപ്പെടുത്തുന്നു എന്ന് കണ്ട് രസിക്കാൻ പോവുകയാണ്. സ്വാമി, ഈ പ്രേതത്തിന് എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ഇതാണോ? പണ്ടൊരു പടം വന്നായിരുന്നു, അതിന്റെ പേര് ഭാർഗവി നിലയൊന്ന. മരിച്ചതിന് ശേഷം തിരിച്ചു വന്ന് പാട്ട് പാടുന്നത് നീ കണ്ടിട്ടില്ലേ? അതാണ് ഈ പ്രേതം. നോക്കേ, ഇതൊരുത്തിനെ ട്രാക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അവൻ ഏത് നാട്ടിലേക്ക് പോയാലും അവന്റെ പുറകെ പാട്ട് പാടി ഇവള് കൂടെ ഉണ്ടാവും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രേതമാണ്. ഇവളെ കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ലടാ. പക്ഷേ ഇവളുടെ അടുത്ത് കുടുങ്ങുന്നവന്റെ കാര്യം അതോടെ പോക്കാം. ഇവളാണ് ഹൻസിക എന്ന പ്രേതം. സ്വാമി, ഇത് മത്തങ്ങ പോലുണ്ടല്ലോ. ഇതാണോ ഹൻസിക? ഇതാണ് ഇംഗ്ലീഷ് പടത്തിലെ ചക്കി പ്രേതം. കളിക്കാൻ വരുന്ന കളിക്കാൻ വേറെ കിട്ടിയില്ലേ? പോടുന്ന കളിക്കാൻ വാ. പണിയാൻ തീർക്കും. മര്യാദയ്ക്ക് പോയിക്കോ. ചേച്ചി, സെക്യൂരിറ്റി. കണ്ടില്ലേ? അല്ല സ്വാമി, ഈ പ്രേതത്തെ ഞാൻ ഏത് സിനിമയിലും കണ്ടിട്ടില്ലല്ലോ. അതാണോ? അത് ന്യൂ കമറാണ് മോനെ. പുതിയ പ്രേതമാണവൻ. കുറെ നാളായിടെ അവന് പ്രൊമോഷൻ ഒക്കെ കിട്ടിയിട്ട് പഴയ പ്രേതങ്ങളെല്ലാം റാഗിങ് ചെയ്ത് അവൻ അവസാനം വാച്ച്മാൻ ആക്കി. എന്താന്ന് സ്വാമി, 7 പ്രേതം എന്നല്ലേ പറഞ്ഞത്? 8ാമത്തെ ശബ്ദം കേൾക്കുന്നു. ഇത് പുതിയ ഓഫർ ആണോ? ഈ കരയുന്ന ശബ്ദം അന്നും കേട്ടതായിരുന്നില്ലേ? അത് തന്നെ. നീ പറഞ്ഞു ശരിയാ. കരയാതെ കണ്ണീരിൽ നനയാതെ ഞാൻ വരുമെങ്ങും അങ്ങും എങ്ങും ഞാൻ വരുമെങ്ങും.
നീജന്റെ നിഴലറുത്തിടാൻ പ്രാണന്റെ ഗതി നിർത്തിടാൻ വരുന്നടാ മുനി വിറയ്ക്കും നീ ഇനി നീജന്റെ നിഴലറുത്തിടാൻ പ്രാണന്റെ ഗതി നിർത്തിടാൻ വരുന്നടാ മുനി വിറയ്ക്കും നീ ഇനി മരണത്തിൻ കയമായി കുറുകും ഞാൻ ഭയമായി ആരാണോ നീ അരമനഗാമി അരുന്ധതിയോ ചന്ദ്രമുഖിയോ അതിനെല്ലാം മേലെ ഉയരുന്ന തീരമോ വാ അരികിൽ വാ പെണ്ണീരായിടാൻ ഭീകരമായി മാറാം രക്തത്താലെ പൂജയരങ്ങേറാം പാവക്കടലായി നീയൻ കോപക്കണലായി വറ്റും രംഗമതി ഭീകരമായി മാറാം രക്തത്താലെ പൂജയരങ്ങേറാം പാവക്കടലായി നീയൻ കോപക്കണലാൽ വറ്റും ഭൂമിക്കെന്നും ഭാരം നീ ഭാരം തീർക്കാൻ വന്നു ഞാൻ കുട്ടിച്ചാത്താവാനി കൂട്ടിക്കൊണ്ടു പോനി മായാരൂപം ഞാൻ ജന്മമായിക്കും താപം നീ എന്നേക്കായി ഉറങ്ങാം കൂടി പൂതച്ചുറങ്ങാം വാ നീ വാ വരുന്നു ഞാൻ വരുമെങ്ങും അങ്ങും ഇങ്ങും എൻ പ്രിയനേ കരയാതെ കണ്ണീരിൽ നനയാതെ ഞാൻ വരുമെങ്ങും അങ്ങും ഇങ്ങും ഓർമ്മകളോ മരിക്കുന്നില്ല ഞാൻ വരുമെങ്ങും അങ്ങും ഇങ്ങും എൻ പ്രിയനേ കരയാതെ കണ്ണീരിൽ നനയാതെ ഞാൻ വരുമെങ്ങും അങ്ങും ഇങ്ങും ഞാൻ വരുമെങ്ങും. അയ്യോ നമോ ഫയറിംഗ്. അല്ല എന്താ ഇത് തോക്കൊക്കെ എടുത്ത് വെടിവെച്ചോണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ പോട്ടെ സ്വാമി. ഇപ്പൊ നമ്മുടെ പ്രേതങ്ങൾ കാണിക്കാൻ പോകുന്ന ഗ്രാഫിക്സ് കണ്ടോ സ്വാമി? നമ്മുടെ പ്രേതങ്ങളുടെ വായിലേക്ക് റെയിൽവേ മുരുകൻ എങ്ങനെയാ പോകാൻ പോകുന്നത് കണ്ടോ? എത്ര പ്രേതപ്പെടുന്നുണ്ട്. അതൊക്കെ പ്രേതങ്ങളൊന്നും അല്ല, ഭ്രാന്ത് പിടിച്ചവരാണ്. ഭ്രാന്ത് പിടിച്ചവർ തന്നെയാണ്. നിങ്ങൾ പണം തരാന്ന് പറഞ്ഞല്ലേ, ഞാൻ എന്താ പ്രേതങ്ങളൊക്കെ പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണോ? അതുകൊണ്ടാ ഒരു 5-6 ഭ്രാന്ത് പിടിച്ചവരെ നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു വലിയ ഡയറക്ടർ ആവാൻ വേണ്ടി കുറെ കാലമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ നിന്റെ അസിസ്റ്റന്റോ? എന്റെ അസിസ്റ്റന്റോ? അവൻ 4 ക്രെയിനും 5-6 ലൈറ്റും ഒക്കെ വാടകയ്ക്ക് വിട്ട് വലിയ വലിയ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്നും ഒരുപാട് വാടകയൊക്കെ വാങ്ങി വലിയ ഒരു പ്രൊഡ്യൂസർ ആകണമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാ എന്റെ അടുത്തും. നിന്റെ അടുത്ത് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തരികിട ചെയ്താലേ മതിയാവോ? നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അല്ല, നിന്റെ ശിഷ്യന്റെ കയ്യിൽ എന്തോ നാരങ്ങയൊക്കെ മന്ത്രിച്ചു കൊടുത്തോളൂ. അതോ അവനെന്നൊരു 4-5 റൗണ്ട് അധികമായിട്ട് അകത്താക്കി വാളെങ്ങാനും വെച്ച് കമ്പനിയുടെ പേര് നശിപ്പിക്കുമോന്ന് വിചാരിച്ച് ആ നാരങ്ങ ഞാൻ അവനോട് മണത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഭയങ്കര കമ്പനിയല്ലേ? വരുമ്പോ വലിയ ചാക്കേട്ടൊക്കെ കൊണ്ടുവന്നല്ലോ. അതിലായിരുന്നോ? അതിനകത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് മാജിക്കൽ ലൈറ്റ്സാ. കാരണം ഈ ഭ്രാന്തന്മാരെയെല്ലാം പ്രേതങ്ങളെ പോലെ കാണിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ബിൽഡപ്പ് ലൈറ്റ്സാ. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഈ തൊഴിൽ നടത്താൻ പറ്റുവോടേ? വിവരം കേട്ടവനാ. നീ പറഞ്ഞ എന്ത് വേണമെങ്കിലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഈ പ്രേതങ്ങളെല്ലാം പടത്തിന് പോയിരിക്കാണ്. വന്നുടനെ ടിഫിൻ വാങ്ങിച്ചു കൊടുത്തിട്ട് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ, അതിനാണ് നിന്നെ ഞാൻ. അത് മാത്രമല്ല, ലോകത്തിൽ ആദ്യമായിട്ട് പ്രേതങ്ങളെ വിറ്റവൻ നീ മാത്രമാടാ. മനസ്സിലായല്ലോ? നിനക്ക് എന്താ മനസ്സിലായത്? 1000 രൂപ എടുക്ക. നാളെ നല്ല പുതുതായിട്ട് 2 പ്രേതങ്ങളെ കൊണ്ടുവരണ്ടേ?
ഗുരു തോക്കെല്ലാം വെടിവെക്കുന്നു ഗുരു. വരും, നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓടണോന്നോ മിണ്ടായിരിക്കടാ. കൊലക്കുറ്റത്തിന് അകത്ത് പോകേണ്ടി വരും. നീ പോയേ ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേക്ക്. എല്ലാ വാടകയും തരാം. നീ ആദ്യം പോയി ചെയ്യേ. കൊലക്കേസിൽ കുടുങ്ങണം. എന്താ ഇവിടെ നടക്കുന്നത്? ഒരു പിടിയില്ലല്ലോ. അപ്പൊ ഇത് നിങ്ങൾ പ്രേതമല്ലേ? ചേട്ടാ, എല്ലാം ഭ്രാന്തന്മാരാ. എല്ലാവരെയും അഭിനയിപ്പിച്ച് നമ്മളെ പറ്റിക്ക. അതെ ചേട്ടാ. എടാ, എല്ലാത്തിനും പിടിച്ച് നിരനിരയായിട്ട് നിർത്ത്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിക്കടാ. കളിക്കാനോ? നിന്നെ എടുത്ത് ഞാനിങ്ങനെ തേച്ചാലുണ്ടല്ലോ, പിന്നെ നീ ഉണ്ടാവില്ല. ലൈനിലേക്ക് കളിക്കണോ അത്ര? ഇത് നിങ്ങൾ ഓരോന്നിനെയും ഞാൻ വെടിവെക്കാൻ പോവാ. എന്നെ പറ്റിക്കണമെന്ന് കരുതി ആരെയും ഞാൻ ജീവനോട് വിടില്ല. ഇതിങ്ങളെ വെടിവെക്കുന്ന ശബ്ദം കേട്ട് ഇതിങ്ങളെ ആര് കൊണ്ടുവന്നോ അവര് പുറത്തേക്ക് വരണം. വേണ്ട പയ്യ, കൊല്ലരുത്. പാവം, അത് ഭ്രാന്തന്മാരാ. ആരോ ചെയ്ത പാവത്തിന് അവരെന്തിനാ കൊല്ലുന്നത്? സേട്ടു, മിണ്ടാതിരിക്കണം. പഠിപ്പിക്കാൻ വരരുത്. എന്തെങ്കിലും പറഞ്ഞ വെടിവെക്ക ഞാൻ. അയ്യോ, വെക്കണ വെടി. നീജന്റെ നിഴലറുത്തിടാ, പ്രാണന്റെ ഗതി നീറുത്തിടാ. ഞാനേ വരുമിനി നിന്നെ കൊല്ലാൻ. എന്നെ പോലെ നീ മാറി ലോകമറിയാൻ. അവള് കണ്ണ് തുറന്നു വേടാ, കണ്ണ് തുറന്നു. എഴുന്നേൽപ്പിക്കരുത്, എഴുന്നേൽപ്പിക്കരുതെന്ന് പറഞ്ഞതല്ലേ? അവളാ ദ്രോഹിയെ കണ്ടുവിടാ. ഇനി ജീവൻ എടുക്കാതെ പോകില്ലടാ. സ്വാമി, സ്വാമി, എന്റെ പൊന്നെ, ഞാൻ സ്വാമിയൊന്നുമല്ല. എന്നെ വിട്ടേക്ക്. പ്രേതം നമ്മൾ തട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം. പെട്ടെന്ന് വാ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു പ്രശ്നമില്ല. ഞാൻ താഴെ കൈ കൊടുത്ത് ഓരോ ഭ്രാന്തന്മാരുടെ മുകളിലോട്ട് കയറ്റിക്കാം. ഹാൻഡ് ബൈ ഹാൻഡ്. എന്നിട്ട് കാഞ്ചന ഭ്രാന്തി, വേഗം വന്നെ കൈ പിടിക്കേ. കമാൺ. എല്ലാം കൂടി എന്നെ പിടിച്ച് താഴെ എടാ മരുമോനെ, അന്നേ മോഹൻ സുന്ദരി പറഞ്ഞില്ലേ വെള്ളം അടിച്ച് പേടിപ്പിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. അടിച്ചത് അവളല്ല എന്നുള്ള കാര്യം ഇന്ന് പിന്നെ അടി കിട്ടിപ്പെടാ മനസ്സിലായത്. അന്ന് നമ്മൾ അടിച്ചത് മുഴുവൻ ഈ പ്രേതമാടാ. വാടാ, നമുക്ക് ഇവിടുന്ന് പോവാം. വാ, പോയി രക്ഷപ്പെടാടാ. അന്ന് ഞാൻ ഇഷ്ടം പോലെ തല്ല് വാങ്ങിച്ചു. പക്ഷെ ഇന്ന് ഞാൻ അത് അനുവദിക്കില്ല. അത് ഇനിയും എന്റെ അടുത്ത് വന്നിട്ടില്ല. ഐ എം വെയിറ്റിംഗ്. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. മാമ, ഏത് വഴിയാ നമ്മൾ രക്ഷപ്പെടേണ്ടത് മാമ? അയ്യോ, എടാ, എന്റെ കയ്യില് തലയോട്ട് കാണുന്നുടാ. എടി മഹാഭാവി, ഈ സമയത്താണ് മോഷ്ടിക്കുന്നത്. തലയോട് ഇവിടെയുള്ള പ്രേതങ്ങളുടെ അടി പോരാഞ്ഞിട്ട് പ്രേതത്തെ പോലെ ചിരിക്കുന്നല്ലോ.
അയ്യോ വേണ്ട, ഞാനേ കഷ്ടപ്പെടുക. അതിനിടയ്ക്ക് നീ എന്നെ കൂടി കഷ്ടപ്പെടുത്താൻ നോക്കല്ലേ. എന്നെ വിട്ടേക്ക്. ഹൻസിക പ്രാന്തി, നിന്റെ പുറകിൽ ഞാൻ ഒളിച്ചോളാം. ഞാൻ ഉള്ള കാര്യം ആരോടും പറയരുതേ. ഞാനിപ്പോ എവിടെയാ? എടി ഹൻസിക്കേ, അടിച്ച അടിയിൽ നിന്റെ ഭ്രാന്തൊക്കെ മൊത്തത്തിൽ മാറിയോടി. ഗുരു നല്ല അടി കിട്ടുന്നുണ്ട്. വാ വേഗം പോ. പെണ്ണിന് ഭ്രാന്തൊക്കെ മാറിയപ്പോഴേ അടിപൊളിയായിട്ടുള്ള ഈ സമയത്താണ് ഇതൊക്കെ ചോദിക്കുന്നത്. പിന്നെ വാ നോക്കാം. നീ ഗുരു, വാ. ഓടാ. വാതിലടിച്ചു മോനെ. നീ അവളെ ഓർത്ത് വിഷമിക്കുന്നെന്തിനാ? നീ നിന്റെ ജീവൻ രക്ഷിക്ക്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. മോനെ എന്തു പറ്റി? എന്തിനാ കരയുന്ന? അല്ല, നീ എന്നെ വിട്ടിട്ട് പോകുന്നു വിചാരിച്ചു. ഹേയ്, നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ എനിക്കതിന് കഴിയില്ല. ഞാൻ എന്നും നിന്റെ ഒപ്പം ഉണ്ടോ? തല പിടിച്ച് എന്ത് ചെയ്യാൻ പോവാ? എന്താണ് നീ എന്തെടുക്ക? അവിടെ പ്രേത മനുഷ്യന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങളുടെ എന്തോന്നാണിത്? പ്രേതത്തിനേക്കാളും നിങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ. ഒന്ന് എഴുന്നേക്കടാ. എന്താ നടന്നത്? കഥ തുറക്കുന്നില്ല. എവിടെന്നാ പ്രേതങ്ങള് വരുന്നെന്ന് അറിയുന്നില്ല. ആരെന്നറിയോ നിനക്ക്? ഞാൻ ആരാണെന്നറിയോ? അവിടെ നോക്ക്.
ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? കണ്ണ് കാണാൻ കഴിവില്ലാത്ത ഒരു അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകളായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? പറ. എന്റെ സ്വപ്നങ്ങളും എന്റെ അച്ഛനും അമ്മയും എന്റെ മേൽ വെച്ചിരുന്ന പ്രതീക്ഷകളും നശിപ്പിച്ചില്ലേടാ? എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്നേഹം എന്നേക്കുമായി ഇല്ലാതാക്കിയില്ലേ? ജീവിതത്തിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഓർത്ത് അഭിമാനിക്കേണ്ട ആ ദിവസം ദുഃഖ ദിവസമായി മാറ്റിയില്ലേ? നീ ചെയ്ത പാപത്തിന് ആ ദൈവം നിന്നെ ശിക്ഷിക്കാതിരിക്കും. പക്ഷെ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടില്ല. എന്നെ കൊന്നിട്ട് നീ മാത്രം സന്തോഷം ജീവിക്കുന്നോ? പാടില്ല, ഞാൻ സമ്മതിക്കില്ല. ചത്തുപോ, നീയും ചത്തുപോ. നിറവേറാതെ ആഗ്രഹങ്ങളുമായിട്ട് നീയും ഈ ഭൂമിയിൽ അലഞ്ഞു നടക്ക. സേട്ട് വരാൻ പറഞ്ഞിട്ട് आइए आइए कैसे हो बताओ बताओ शुक्रिया शुक्रिया സോറി സോറി അരേ ഭയ്യ, നിങ്ങൾ കാരണമാണ് ഈ വീട്ടില് പ്രേതമുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇന്നലെ രാത്രി എങ്ങാനും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 7 കോടി രൂപ അവന്റെ കയ്യിൽ കൊടുത്ത് ഞങ്ങൾ പറ്റിക്കപ്പെടുമായിരുന്നു. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് 7 കോടി രൂപ ലാഭം. കൂടാതെ ഹൗസ് ഓണറും വീടിന് കൊടുത്ത അഡ്വാൻസ് തിരിച്ചു തരികയും ചെയ്തു. വലിയൊരു ലോസിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചെടുത്തത്. ഞങ്ങൾക്ക് നിങ്ങൾ നല്ലത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നല്ലത് ചെയ്യണം. അതിനു വേണ്ടിയാ ഈ സേട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിമ്പിൾ ഈ വീട്ടിൽ താമസിച്ച് എത്ര കഷ്ടപ്പെട്ടെന്ന് നമ്മൾക്കറിയും. അറിഞ്ഞോ അറിയാതെയോ നമ്മളും നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അതിന് പ്രായശ്ചിത്തമായിട്ട് അയാള് തരാന്ന് പറഞ്ഞ 2% കമ്മീഷൻ 20 ലക്ഷം രൂപ നമ്മൾ നിങ്ങൾക്ക് തരാൻ. നിങ്ങൾ 3 പേരും കുറേശ്ശെ ലക്ഷങ്ങൾ ഭാഗിച്ചെടുത്തോളൂ. പണമൊന്നും വേണ്ട സേട്ടെ, നിങ്ങൾ സന്തോഷമായിട്ട് നാട്ടിലേക്ക് ചെല്ല്. ഞങ്ങൾക്ക് അത് മതി. ചേട്ടൻ പറയുന്നത് ശരിയാ. പ്ലീസ് വാങ്ങിക്കോ ചേട്ടാ. ഭയ്യ പെട്ടി വാങ്ങിക്കേ, ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. കണ്ടില്ലേ മരുമോനെ, ഇത്ര ആത്മാർത്ഥത തരുന്നില്ലേ? വാങ്ങിച്ചോടാ. അവന് നാണോ? അതെ അതെ വാങ്ങിച്ചോ വാങ്ങിച്ചോ. ചെറിയ എന്നാ ശരി നമസ്കാരം. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഇത്ര സമ്പാദിക്കാൻ പറ്റൂടാ, എന്നിട്ട് ഇത് കാശ് വേണ്ടാന്നോ? 20 ലക്ഷം നമ്മളെടുത്ത്. ഈ സമയത്ത് ആരാ വിളിക്കുന്നത്? പുതിയ നമ്പറാണല്ലോ. ഹലോ അനിയ അനിയ ഇപ്പൊ എവിടെയാ ഉള്ളത്? പണമോ തന്നില്ല. ഫേസ്ബുക്കിൽ വരുന്ന എന്റെ ഫോട്ടോയ്ക്ക് ഒരു ലൈക്ക് എങ്കിലും കൊടുത്തൂടെ? എടാ ഇരുട്ട് പൂജാരിയാണോടാ നീ? ഇനി ഫേസ്ബുക്കിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് ഫേസ് ഉണ്ടാവില്ല. പിന്നെ ശരി എന്നാ വിട്ടേക്ക്. അങ്ങനെ ട്വിറ്ററും ഫോണ്. ശരി ശരി. എന്റെ അമ്മയ്ക്കാണല്ലോ വിളിക്കുന്നത്. ഈശ്വര. റെയിൽ മുരുകൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ പ്രേതവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിന് നടുവിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ? ജ്യൂസിൽ ചേർത്ത് വിഷത്തെ ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് കുടിച്ചേ ഒടുവിൽ. നമ്മുടെ റെയിൽ മുരുകനെ ജ്യൂസിൽ കലക്കിയ വിഷം പോലും ഫിൽറ്റർ ചെയ്ത് കുടിക്കുന്ന ആളാ. പിന്നെ അല്ലേ ഇയാൾക്ക് ഈ പ്രേതമൊക്കെ? ഇത് മലയാളം പടത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തന്നത്.